വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് വീക്ക്ലി മാർക്കറ്റ് വ്യൂ ഡേറ്റഡ് 4th ജൂലൈ. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 6th മുതൽ 10th ജൂലൈ വരെയുള്ള വീക്കാണ്. ജൂൺ മാസം വളരെ നല്ലൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു മാസമായിട്ട് തന്നെ കഴിഞ്ഞു പോയിരിക്കുകയാണ്. എന്തായാലും നമുക്കറിയാം, ഈ COVID-19 ഇടയിലും നമുക്ക് വീട്ടിൽ നിന്നും പുറത്ത് പോകാനായിട്ട് സാധിക്കാതെ ഇരിക്കുന്ന ഒരു സമയത്തും നമുക്ക് കുറേയധികം പ്രോഫിറ്റ് നേടാനായിട്ട് ഒരുപക്ഷെ നമുക്ക് മുന്നിലുണ്ടായിരുന്ന ഒരേ ഒരു അവസരം എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലൂടെയുള്ള വലിയൊരു ക്രാഷിന് ശേഷം പല സ്റ്റോക്കുകളും വളരെ ബീറ്റൺ ഡൗൺ ആയിട്ട് ട്രേഡ് ചെയ്യുന്ന അങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കുറേയധികം പ്രോഫിറ്റ് നേടാനായിട്ട് നമുക്ക് സാധിക്കുകയുണ്ടായി. എന്തായാലും അതുപോലെ എസ്പെഷ്യലി മാർക്കറ്റിനെ കുറിച്ച് നേരത്തെ പഠിച്ചിട്ടുള്ളവരും അതുപോലെ തന്നെ മാർക്കറ്റിനെ കുറിച്ച് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ കുറേയധികം പ്രൊഫഷണലായിട്ട് സർവീസുകളിലൂടെയൊക്കെ മാർക്കറ്റിൽ എൻട്രി ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ സാധാരണ മാർക്കറ്റ് കണ്ടീഷനേക്കാളും വളരെയധികം നല്ല പ്രോഫിറ്റ് നേടാനുള്ളൊരു അവസരമായിരുന്നു ഈ ജൂൺ മാസം നൽകിയത്. കാരണം ഒരുപക്ഷെ ഏപ്രിൽ അല്ലെങ്കിൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അല്ലെങ്കിൽ മെയ് മാസത്തിലൊക്കെയും കുറച്ചധികം മാറി നിന്നിരുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നുവെങ്കിലും വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഒരുപക്ഷെ ആ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ വളരെയധികം സാധാരണക്കാരും കുറച്ചൊക്കെ മാർക്കറ്റിനെ കുറിച്ച് അറിവുള്ളവരും എല്ലാം കഴിഞ്ഞ അറ്റ്ലീസ്റ്റ് മെയ് മാസത്തിൻ്റെ ലാസ്റ്റെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം കുറേയധികം പ്രോഫിറ്റ് നേടാനുള്ള കുറേയധികം അവസരങ്ങൾ മാർക്കറ്റ് നൽകുകയുണ്ടായി. അങ്ങനെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു മാർക്കറ്റിൻ്റെ ഒരു പുൾ ബാക്ക് ഓൾമോസ്റ്റ് ഒരു അറ്റ്ലീസ്റ്റ് ഈ ലോക്ക്ഡൗണുകളിൽ നിന്ന് പുറത്തേക്ക് ഗ്ലോബലായിട്ടുള്ള മിക്ക കൺട്രീസും വരാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരു മാർക്കറ്റിലുണ്ടായിട്ടുള്ള ആ ഒരു റീബൗണ്ട്, അതുപോലെ തന്നെ സെൻട്രൽ ബാങ്ക്സിൻ്റെ സപ്പോർട്ടോടുകൂടി ലിക്വിഡിറ്റിയിൽ കാര്യമായിട്ടുള്ള ഉണർവുണ്ടായതോടുകൂടി ഗ്ലോബലി എല്ലാ മാർക്കറ്റ്സും ഇൻക്ലൂഡിങ് US മാർക്കറ്റ്സ് എല്ലാം നല്ല രീതിയിൽ തിരിച്ച് മുന്നോട്ട് പോരുകയുണ്ടായി. അപ്പോൾ ആ ഒരു കറക്ഷനിൽ നിന്നുള്ള ഒരു റീബൗണ്ടിൽ പലപ്പോഴും വലിയ രീതിയിലുള്ള പ്രോഫിറ്റ്സാണ് നേടാൻ സാധിക്കുക. നമുക്കറിയാം, പല സ്റ്റോക്കുകളും 50%-ലധികം പ്രോഫിറ്റ് നേടാനായിട്ട് മിക്ക ഇൻവെസ്റ്റേഴ്സിന് സാധിക്കുകയുണ്ടായി. അപ്പോൾ അതുപോലെയുള്ള നല്ലൊരു അവസരമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇനി വരും ദിവസങ്ങളിൽ നമുക്കറിയാം, ഇപ്പോൾ ICMR കഴിഞ്ഞ ദിവസത്തിൽ ഒരു വാക്സിൻ ഓഗസ്റ്റ് 15 റിലീസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസ് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്യുകയുണ്ടായി. എന്തായാലും അത് പ്രാക്ടിക്കലാണോ ഇല്ലേ എന്നുള്ളത് വേറൊരു ഡിബേറ്റബിൾ ഇഷ്യൂ ആയിരിക്കാം. പക്ഷേ എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള പ്രതീക്ഷ തന്നെ വലിയൊരു പോസിറ്റീവ് ന്യൂസായിട്ട് തന്നെ കാണണം. അതുതന്നെയാണ് മാർക്കറ്റ് ചെയ്തതും കഴിഞ്ഞ ദിവസങ്ങളിൽ. നമുക്കറിയാം, 10,000 താഴെ ലെവലിൽ നമ്മൾ 10,550 വരെയുള്ള ഒരു മാർക്കറ്റിൻ്റെ ഒരു മൂവ് കൃത്യമായിട്ട് നമുക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നതാണ്. ആ മൂവ്മെൻറ്റ് അത് കഴിഞ്ഞതിന് ശേഷവും ജൂലൈ മാസത്തിലേക്ക് കടന്നതിന് ശേഷവും കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്കറ്റ് നല്ല രീതിയിൽ മുന്നേറുകയായിരുന്നു. നമുക്ക് കാണാം, കഴിഞ്ഞ 3 ദിവസവും ബുധനും വ്യാഴവും വെള്ളിയും മാർക്കറ്റ് നല്ല രീതിയിൽ പോസിറ്റീവായി തന്നെയാണ് ക്ലോസ് ചെയ്തത്. അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു കാരണം ഒരു വാക്സിൻ വരാൻ പോകുന്നു എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ്. അതായത് ഇത്രയും ദിവസവും നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ക്രൈസിസിനെ എങ്ങനെയാണ് ഒരു എൻഡ് വരുന്നത് എന്നതിനെക്കുറിച്ച് വലിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അതിനൊരു എൻഡ് കാണാൻ സാധിക്കാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതേസമയം കുറേ പേര് ഇൻവെസ്റ്റ് ചെയ്തിരുന്നവരെല്ലാം ഇതിനൊരു സൊല്യൂഷൻ വരുമെന്നുള്ള ആൻറ്റിസിപ്പേഷനിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തോടുകൂടി നമുക്കൊരു വാക്സിൻ വരികയാണെങ്കിൽ ഇനി എങ്ങനെയാണ് മാർക്കറ്റ്സ് റിയാക്ട് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് എക്കണോമി റിയാക്ട് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിനനുസരിച്ച് മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യാനുമുള്ളൊരു സമയമായിരിക്കുകയാണ്. അതിൻ്റെ പ്ലാനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാര്യമായിട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ബൈങ് നമുക്ക് കഴിഞ്ഞ ഓൾമോസ്റ്റ് 1-2 മാസമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. LIC പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ കാര്യമായിട്ടുള്ള ബൈയിങ്, വലിയ പ്രോഫിറ്റ് നേടാവുന്ന രീതിയിലുള്ള ബൈയിങ് നടത്തിയതായിട്ടുള്ള ന്യൂസുകളൊക്കെ നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു നല്ലൊരു അവസരമായിരുന്നു കഴിഞ്ഞു പോയത്. അതുപോലെ തന്നെ ഇപ്പോഴും ഇനി ഇവിടെ നിന്നുള്ള പാൻഡമിക്കിൻ്റെ ഒരു അവസാനം വരും എന്നുള്ള രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ വരുമ്പോൾ കൂടുതൽ പ്രോഫിറ്റ് നേടാവുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിനുള്ളൊരു അവസരമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിന് എന്തായാലും ഈ ഒരു റാലി 10,722 എന്നുള്ള ഒരു ലെവലിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഒരു പക്ഷേ ഒരു 10,205 വരെയൊക്കെയുള്ളൊരു പുൾ ബാക്ക് അതിൻ്റെ ഇടയിൽ ഉണ്ടായേക്കാം. ഈ മാസത്തിൻ്റെ
ജൂലൈ മാസത്തിലുള്ള ഒരു ഫ്ലക്ച്വേഷൻ നമുക്ക് ഇതുപോലെയൊക്കെയുള്ള ഒരു മൂവ്മെൻ്റാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. എന്തായാലും ഇപ്പോഴത്തെ ഈ കോൾ സ്ട്രൈക്കുകൾ നോക്കുമ്പോൾ നമുക്ക് 11,000 ആണ് കൂടുതൽ കോൾ റേറ്റിംഗ് നമ്മളിപ്പോൾ കാണുന്നത്. അതിന് ഏറ്റവും കൂടുതൽ കോൾ റേറ്റിംഗ് ഉള്ളത്. അതിനുശേഷം 10,600 ഇപ്പോൾ കോൾ റേറ്റിംഗ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ ഈ ഒരു 11,000 ഒരു റെസിസ്റ്റൻസ് നിലനിർത്തിക്കൊണ്ട് തന്നെ ആയിരിക്കും മാർക്കറ്റിൻ്റെ ട്രേഡിംഗ് വരുന്നത്. പക്ഷേ വളരെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വാക്സിനെ കുറിച്ചുള്ള ഏതെങ്കിലും ഒരു കൃത്യമായിട്ടുള്ളൊരു ന്യൂസ് വരികയാണെങ്കിൽ നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു 11,000 മുകളിലേക്കുള്ള ഒരു ബ്രേക്കൗട്ടും നമ്മൾ പ്രതീക്ഷിക്കണം. എന്തായാലും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ട്രിപ്പിൾ പ്രോഫിറ്റ് അനലിറ്റിക്സിൻ്റെ ഈ യൂട്യൂബ് ചാനലിന് ഇത്രയും ലോക്ക്ഡൗൺ പീരിയഡിലാണെങ്കിൽ പോലും എല്ലാ സാറ്റർഡേയും ഞങ്ങൾ ഈ പ്രോഗ്രാം ഷൂട്ട് ചെയ്യുകയും ഈവൻ പല ദിവസങ്ങളിലും ഞാൻ തന്നെ ഷൂട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ പോലെ ഉണ്ടായിരുന്നു. ഞാൻ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് അതിന് ഫ്രണ്ടിൽ ഇരുന്ന് സംസാരിക്കുകയും എൻ്റെ എഡിറ്റേഴ്സ് അതിനുശേഷം പ്രോഗ്രാം കൊണ്ടുപോയി എഡിറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുകയും അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നൊരു ഡേയ്സ് വരെ ഉണ്ടായെങ്കിലും ഞങ്ങൾക്ക് ഒറ്റ ദിവസം പോലും ഇത് മുടക്കാതെ ചെയ്യാൻ സാധിക്കുകയും ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ഞങ്ങളുടെ വ്യൂവേഴ്സ് കൃത്യമായിട്ടും ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ എല്ലാ വീക്കിലും ഈ പ്രോഗ്രാം കാണുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം കൃത്യമായിട്ടും മാർക്കറ്റിനെ പറ്റി അറിയണം എന്നുള്ള ആഗ്രഹമുള്ളവരാണ്. അവർ കുറേയധികം പ്രോഫിറ്റ്സ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നത് കൊണ്ട് തന്നെ, നമ്മുടെ ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതുകൊണ്ടും അതിനുശേഷം പലരും ഞങ്ങളുടെ കസ്റ്റമേഴ്സായി വരുന്നതുകൊണ്ടൊക്കെ പ്രോഫിറ്റ്സ് നേടാൻ സാധിച്ചു എന്നുള്ളത് മാത്രമല്ല, ഈ ഒരു പാൻഡമിക്കിൻ്റെ പീരിയഡിൽ പലർക്കും മറ്റു വരുമാനമില്ലാതിരുന്ന സമയത്ത് കാര്യമായിട്ടുള്ളൊരു വരുമാനം ഈ ഞങ്ങളുടെ സർവീസിലൂടെ നേടാൻ സാധിച്ചു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കുറേയധികം പേര് അതിൻ്റെ ഫീഡ്ബാക്ക്സ് തരികയുണ്ടായി. ഞങ്ങൾക്ക് അങ്ങനെ ഇത്രയും പേര് സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾക്കറിയാം കുറേയധികം പേര് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കമൻറ്റ് എന്തുകൊണ്ട് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു ചോദ്യം ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്. ഞങ്ങൾ വളരെ പ്രൊഫഷണലായിട്ടുള്ള, ഞാൻ ബേസിക്കലി ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. ഓൾമോസ്റ്റ് ഞാനൊരു 25 ഇയേഴ്സായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ ഞങ്ങളൊരു വളരെ സീരിയസ് ആയിട്ടുള്ള കുറേയധികം സീരിയസ് ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി മാർക്കറ്റിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ച് എല്ലാ സാറ്റർഡേയും ഓൾമോസ്റ്റ് ഒരു 10 hours വർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നൊരു പ്രോഗ്രാമാണ് ഇത്. അപ്പോൾ അതിൽ വളരെ നിസ്സാരമായിട്ടുള്ള വളരെ സില്ലി ആയിട്ടുള്ള കമൻസ് വരുമ്പോൾ പലരുടെയും അറ്റൻഷൻ അവിടെ നിന്ന് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒന്ന് രണ്ട് ഇൻസ്റ്റൻസസ് ഉണ്ടായപ്പോൾ തന്നെ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് തന്നെയാണ് അതിന് പറഞ്ഞത് ഇതുപോലുള്ള കമൻസ് അവിടെ വരേണ്ട കാര്യമില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ വളരെ ക്ലിയർ ആയിട്ട് ഞങ്ങൾ അവിടെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് കമൻസ് എന്ത് ഫീഡ്ബാക്ക്സ് തരാനുണ്ടെങ്കിലും ഞങ്ങളുടെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് ഫീഡ്ബാക്കായിട്ട് തരിക. ഇതൊരു ഡിസ്കഷൻ ഫോറമാക്കി മാറ്റാനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഞങ്ങളുടെ ഇൻവെസ്റ്റേഴ്സിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ വ്യൂവേഴ്സിൽ വലിയൊരു വിഭാഗം ഈവൻ ക്രോർസ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉള്ള ഇൻവെസ്റ്റേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈവൻ ഞങ്ങൾ കഴിഞ്ഞ ദിവസത്തിൽ 10,550 വരെ നിഫ്റ്റി മുന്നേറും എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു മെസ്സേജ് നിങ്ങൾ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവരും കണ്ടിട്ടുള്ള പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൽ നമ്മൾ പറഞ്ഞതിൽ നിന്നും 50 lakhs പ്രോഫിറ്റ് നേടിയ ഞങ്ങളുടെ വ്യൂവേഴ്സ് വരെ ഉണ്ട് എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ളൊരു ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ചാനലാണ്. ഇത് യൂസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ വളരെ പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളിതിൽ കമൻറ്റ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. പലരും ഈ കമൻറ്റ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ സർവീസിൻ്റെ മോശമായിട്ടുള്ള ഏതെങ്കിലും സൈഡുകൾ മറ്റുള്ളവർ കാണരുത് എന്നുള്ള രീതിയിലാണ് പലരും അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾക്ക് ഈ ഒരു പ്രൊഫഷണൽ സർവീസിനെ കുറിച്ച് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ഉണ്ടെങ്കിലും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ തരാം. ഞങ്ങൾ കൃത്യമായിട്ടുള്ള മറുപടികളും തരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നല്ല രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഇൻവെസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും നമുക്കറിയാം മാർച്ച് മാസത്തിലെല്ലാം അതിനുശേഷം ലോക്ക്ഡൗൺ പീരിയഡിലെല്ലാം മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ഫോളോ ചെയ്ത പലർക്കും ഓൾമോസ്റ്റ് 100%-ലധികം പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു റിയാലിറ്റി. എന്തായാലും ഇപ്പോഴത്തെ ഈ പാൻഡമിക്കിനോടൊപ്പം തന്നെ നടക്കുന്ന മറ്റൊരു ഇഷ്യൂ ആണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള
ഈ ഒരു ബോർഡറിലുള്ള ഒരു ഡിസ്പ്യൂട്ടും ഇങ്ങനെയുള്ള ഒരു അത് വീണ്ടും പിന്നീട് കുറേയധികം ആപ്പുകൾ ബാൻ ചെയ്യുന്നതിലേക്കൊക്കെ മാറിയത്. അതുപോലെ തന്നെ കുറച്ചധികം ചൈനീസ് കമ്പനികളുടെ കോൺട്രാക്ട്സും ഇവിടെ സസ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട എന്നുള്ള തീരുമാനമൊക്കെ വന്നിട്ടുണ്ട്. അതൊരു വലിയൊരു അവസരം ഇന്ത്യൻ കമ്പനീസിന് നൽകുന്നുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നോട്ട് ചെയ്തൊരു പോയിൻ്റാണ്, നമുക്ക് മുംബൈയിലെ മോണോ റെയിൽ പ്രൊജക്റ്റിൽ 2 ചൈനീസ് കമ്പനികൾ ബിഡ് ചെയ്തിരുന്നത് അതിനെ സ്ക്രാപ്പ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ കമ്പനീസിന് കൊടുക്കാനായിട്ട് തീരുമാനിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ആഴ്ചയിൽ BEML എന്നുള്ള ഭാരത് എർത്ത് മൂവേഴ്സ് എന്നുള്ള കമ്പനിയും അതുപോലെ തന്നെ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് എന്നുള്ള ഈ 2 കമ്പനികളും കഴിഞ്ഞ വീക്കിൽ അവർ രണ്ട് കമ്പനീസുമാണ് പ്രധാനമായിട്ട് ഈ മോണോ റെയിൽ പ്രോജക്റ്റിന് ബിഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അവർക്ക് ഈ 2 കമ്പനികൾക്കായിരിക്കും നോർമലി ഇത് ലഭിക്കാനുള്ള സാഹചര്യം ഉള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വീക്കിൽ കാര്യമായിട്ടുള്ള മൂവ് ചെയ്യുകയുണ്ടായി. ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്നുള്ള കമ്പനിയുടെ ചാർട്ടാണ്. ഈ എന്നുള്ള കമ്പനി കഴിഞ്ഞൊരു ജൂൺ മാസത്തിൽ അത് 27 ലെവലിൽ നിന്നും 39 വരെ മൂവ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു 40% അപ്വേർഡ് മൂവ്മെൻറ്റ് ഈ എന്നുള്ളൊരു കമ്പനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഈ മൂവ്മെൻറ്റിൽ നിന്നും ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഈ ചൈനീസ് കോമ്പറ്റീറ്റേഴ്സ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഇന്ത്യയിൽ വളരെ നല്ല കമ്പനീസുണ്ട്. അവർക്ക് പല ഓർഡേഴ്സും ലഭിക്കുന്ന രീതിയിലേക്ക്, എസ്പെഷ്യലി ഇതുപോലെ വലിയ ഹെവി ഇൻവെസ്റ്റ്മെൻ്റുള്ള മുംബൈയുടെ മോണോ റെയിൽ പ്രൊജക്റ്റ് പോലെയുള്ള വലിയ പ്രൊജക്ട്സ് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കമ്പനികളിലൊക്കെ കാര്യമായിട്ടുള്ള പ്രൊജക്ട്സ് വരികയും അത് പ്രോഫിറ്റബിലിറ്റി കൂടാനുള്ള പോസിബിലിറ്റി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അവസരങ്ങൾ നമുക്ക് നോക്കുകയാണെങ്കിൽ കുറേയധികം ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യൻ കമ്പനീസിന് ലഭിക്കും. ആ ഇന്ത്യൻ കമ്പനീസിൻ്റെ പ്രോഫിറ്റബിലിറ്റീസിൽ വരുന്ന ചേഞ്ചസും അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എപ്പോഴും സ്റ്റോക്ക് പ്രൈസിലായിരിക്കും അല്ലേ. അപ്പോൾ ആ സ്റ്റോക്ക് പ്രൈസിലുണ്ടാകുന്ന ഡിഫറൻസ്, ആ ഒരു മുന്നേറ്റവും അതും ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഇൻവെസ്റ്റേഴ്സിന് സാധിക്കുമെന്നുള്ളൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നോട്ട് ചെയ്യുകയും വേണം. ഇപ്പോഴത്തെ പ്രത്യേക ഈ ഒരു സാഹചര്യത്തിൽ കുറേയധികം പുതിയ ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എന്നറിയാം. അതുകൊണ്ട് തന്നെ എല്ലാവരോടും നമുക്കൊരു ബേസിക്കായിട്ടുള്ളൊരു കാര്യം, സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഞാൻ 25 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒട്ടും ആവേശത്തോടു കൂടി ആവരുത് മാർക്കറ്റിലേക്ക് വരുന്നത്. കാരണം ഇവിടെ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ ഒരുപക്ഷെ കഴിഞ്ഞൊരു മാസമായിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതാണ് കണ്ടത്. മാർക്കറ്റ് അതുപോലെ തന്നെ ചില കറക്ഷൻ്റെ പീരീഡിലൂടെയും കടന്നു പോകും. അപ്പോൾ നമ്മൾ ആ ഒരു മുകളിലേക്കുള്ള ഒരു പീരീഡും അതുപോലെ തന്നെ ഒരു കറക്ഷൻ്റെ പീരീഡും ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കണം മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതെപ്പോഴും നമ്മുടെ ക്യാപിറ്റലിൽ അല്ലെങ്കിൽ മാക്സിമം ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. കാരണം ഒരുപക്ഷെ കഴിഞ്ഞ ഒരു മാസം നിങ്ങൾക്ക് ഒരുപക്ഷെ ഇൻവെസ്റ്റ് ചെയ്തത് 50% പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാകും. പക്ഷേ എന്ന് വിചാരിച്ച് നമ്മളുടെ എല്ലാ ഫിക്സഡ് ഡെപ്പോസിറ്റ്സും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. നമ്മുടെ ഒരു ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു 20%-ലാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളത് കൃത്യമായിട്ടുള്ള പഠിച്ചതിന് ശേഷമുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള സർവീസുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടൊക്കെയാണ് ചെയ്യാൻ പാടുള്ളൂ. അതേസമയം നമ്മൾക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന ഏരിയയിൽ റിസ്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ആ ഏരിയയിലേക്ക് അവിടേക്ക് വരാത്ത പലരും ഉണ്ട്. കാരണം ആ റിസ്കിനെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അത് എസ്പെഷ്യലി പലരും ഞാൻ കണ്ടിട്ടുള്ളതാണ്, NRIs ആയിട്ടുള്ള പലരും. ആ ഫീൽഡ് എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ ആ ഏരിയയെ മൊത്തത്തിൽ നെഗ്ലക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി ഈ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ റിസ്ക്കാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനെ അവോയ്ഡ് ചെയ്യുന്നത് എന്നുള്ളതും ഒരു റിയാലിറ്റിയാണ്. അതായത് എസ്പെഷ്യലി നമുക്കറിയാം, നമുക്കൊരു ജോലിയിലൊരു ബ്രേക്കോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമുക്കൊരു പുറത്ത് പോകാനോ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് ഓൺലൈനായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. ഇപ്പോൾ നമുക്കറിയാം എവിടെയും കണക്ടിവിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈവൻ ഈ കോവിഡ് പീരീഡിൽ ഒരു ദിവസം പോലും നമ്മുടെ NSE BSE എക്സ്ചേഞ്ചസ് ക്ലോസ് ചെയ്തിട്ടില്ല എന്നുള്ളത് പ്രത്യേകം നോക്കണം. കാരണം ലോക്ക്ഡൗൺ എന്നുള്ള എല്ലാ സ്ഥാപനങ്ങളും ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞ ആ ഒരു പീരീഡിൽ പോലും
NSEയും BSEയും 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചസും വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഇൻവെസ്റ്റേഴ്സും ആക്റ്റീവ് ആയിരുന്നു. അവിടെ അത് യാതൊരു വിധത്തിലുള്ള പ്രോബ്ലം ഇല്ലാതെയും നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിലുണ്ട്. അത് നമ്മൾ എങ്ങനെ നമുക്ക് പഠിക്കാമെന്നാണ് ശ്രമിക്കേണ്ടത്. ആ ഒരു റിസ്കിനെ അവോയ്ഡ് ചെയ്യുന്നത് ഒരിക്കലും ഒരു സൊല്യൂഷനല്ല. ഒരുപക്ഷെ നമുക്ക് നോക്കൂ, നമ്മൾ ഒരു സിംഗിൾ LNTയുടെ സ്റ്റോക്ക് നിങ്ങൾക്ക് മേടിക്കാം, അല്ലെങ്കിൽ ഒരു HDFC ബാങ്കിൻ്റെ ഒരു സ്റ്റോക്ക് വാങ്ങാനായിട്ട് സാധിക്കും അല്ലേ നമുക്കിപ്പോൾ. അതിനുശേഷം അങ്ങനെ നമുക്കതിലേക്ക് പതുക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് അതിനെപ്പറ്റി പഠിക്കാം. നമുക്കൊരു ഓരോ സ്റ്റോക്കായിട്ട് NSEയിലെ നിഫ്റ്റി എന്ന് പറയുന്ന ഇൻഡെക്സിൽ 50 സ്റ്റോക്കാണുള്ളത് അല്ലേ. അതിൽ 50 സ്റ്റോക്കും ഓരോ സ്റ്റോക്ക് വെച്ച് വാങ്ങാനായിട്ട് ഹോൾഡ് ചെയ്ത് നമുക്ക് ഇനീഷ്യലായിട്ട് നമുക്ക് അങ്ങനെയും പഠിക്കാം അല്ലേ. അപ്പോൾ ഇനീഷ്യലി നമ്മൾ കുറച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുകയും അതിനുശേഷം ഇതിൽ റിസ്ക് മാനേജ് ചെയ്യാൻ പഠിക്കുകയാണ് വേണ്ടത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മളതിനെപ്പറ്റി പഠിച്ചിരുന്നാൽ ഒരു പക്ഷേ വലിയൊരു അവസരം വരുമ്പോൾ അതിനെ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഞാൻ ഈ പറഞ്ഞത് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനി എന്ന് പറയുന്നത് റിലയൻസ് ആണ് അല്ലേ. ഈ റിലയൻസ് എന്ന കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വലിയ റിസ്ക് ഇല്ല എന്ന് നമുക്കറിയാം. കാരണം ആ കമ്പനിയുടെ നമുക്കറിയാം പ്രോഫിറ്റിനെ കുറിച്ചും അതിൻ്റെ മാനേജ്മെൻറ്റിനെ കുറിച്ചും ഒക്കെ നമുക്കറിയാം അല്ലേ. അപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നുള്ള ആ കമ്പനി എങ്ങനെയാണ് ഈ പാൻഡമിക് പീരീഡിൽ അതിൻ്റെ പ്രൈസ് ബിഹേവ് ചെയ്തതെന്നുള്ളൊരു കാര്യം ഒരു ചാർട്ടിൻ്റെ ഫോമിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ചാർട്ടാണ്. നോക്കൂ, ആ പാൻഡമിക്കിൽ നമുക്ക് കാണാം ഈ സ്റ്റോക്ക് 1492 ലെവലിലാണ് സ്വിംഗ് ഹൈ സെറ്റ് ചെയ്ത് ട്രേഡ് ചെയ്തിരുന്ന സ്റ്റോക്ക് ഈ മാർച്ച് മാസത്തിൽ കറക്റ്റ് ചെയ്ത് 900 താഴേക്ക് വരികയാണ് ഉണ്ടായത്. ഇപ്പോൾ നമുക്ക് കാണാം അതിൽ 23 മാർച്ചിന് റിലയൻസ് ഇൻഡസ്ട്രീസ് 867 എന്നുള്ള ഒരു സ്വിംഗ് ലോ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ ചാർട്ടിൽ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അതായത് ടോട്ടൽ പാനിക് ആയിരുന്നു അല്ലേ. അപ്പോൾ ആ സമയത്ത് ലോക്ക്ഡൗൺ പീരിയഡിന് ആ സമയത്ത് മാർക്കറ്റിൽ വലിയ ക്രാഷ് വന്നപ്പോൾ ഈ സ്റ്റോക്കും റിലയൻസ് ഇൻഡസ്ട്രീസും അവിടെ വരെ താഴ്ന്നു വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു പക്ഷേ ഏറ്റവും ലോയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചെന്നിരിക്കില്ല. അവിടെ നിന്ന് നമുക്ക് നോക്കൂ, ഈവൻ 1000 ലെവലിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ മാസത്തിൽ ഇൻവെസ്റ്റ് ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം ജൂൺ മാസത്തിൽ 1804 എന്നുള്ളൊരു സ്വിംഗ് ഹൈ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഓൾമോസ്റ്റ് 100% പ്രോഫിറ്റാണ് ഈ റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നുള്ള കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് പോലും ലഭിച്ചിരിക്കുന്നത്. അതായത് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള അവസരങ്ങൾ, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് നമുക്കൊരു ഫൈൻ മോർണിംഗ് ഇങ്ങനെയുള്ളൊരു പാൻഡമിക്കിൻ്റെ ഒരു സിറ്റുവേഷനിൽ അത് മാർച്ച് മാസത്തിൽ നമുക്ക് ഓടി വന്ന് വാങ്ങാനായിട്ട് സാധിക്കണമെന്നില്ല. കാരണം നമുക്കിതിനെക്കുറിച്ച് അറിയില്ലാത്തതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുകയും ഒരു മിനിമം ഇൻവെസ്റ്റ്മെൻറ്റിൽ നിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള വലിയൊരു കറക്ഷൻസ് പലപ്പോഴും ഏതെങ്കിലും ഒരു ഗ്ലോബലായിട്ടുള്ള ഏതെങ്കിലും ഒരു വാറിൻ്റെ ന്യൂസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യുഎസും ചൈനയും തമ്മിലുള്ള ഏതെങ്കിലും ഒരു ഡിസ്പ്യൂട്ടിൻ്റെ ഒക്കെ ന്യൂസുകൾ വരുമ്പോഴൊക്കെ മാർക്കറ്റ് പലപ്പോഴും കറക്റ്റ് ചെയ്യാറുണ്ട്. ഇതുപോലെയുള്ള ഹെവി സെൽ ഓഫ് അല്ലെങ്കിൽ പോലും നമുക്ക് പലപ്പോഴും നമ്മുടെ കയ്യിൽ ഫണ്ട് ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു 30% ഒക്കെ പ്രോഫിറ്റ് കിട്ടാവുന്ന പല അവസരങ്ങളും നമുക്ക് മുമ്പിൽ വരാറുണ്ട്. അപ്പോൾ അതുപോലെ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചിരിക്കണമല്ലേ. അപ്പോൾ നമുക്കറിയാം പല ഇൻവെസ്റ്റേഴ്സും പല NRIസും അതുപോലെ തന്നെ HNI ആയിട്ടുള്ള പലരും നമുക്ക് തിരക്കാണ്, അത് മൈൻഡ് ചെയ്യാതിരിക്കാം എന്നുള്ള രീതിയിൽ ഒരു അപ്രോച്ച് എടുക്കാറുണ്ട്. ഞാനത് തെറ്റാണ് എന്നല്ല പറയുന്നത്. പക്ഷേ നമുക്ക് ഒരു അഡീഷണൽ കുറച്ചുകൂടി സമയം എഫർട്ട് ഇടുകയാണെങ്കിൽ, നമുക്കത് പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ സംസാരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ്. അന്ന് തന്നെ വാങ്ങി വിൽക്കുന്ന ഇൻട്രാഡേ ട്രേഡിംഗ് ഒരു പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു തിരക്കിലുള്ള ജോലിയിലോ ഒരു ബിസിനസ്സിലോ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഓപ്ഷൻ എടുക്കാതിരിക്കുക തന്നെയാണ് നല്ലത്. ഞങ്ങളെപ്പോഴും അഡ്വൈസ് ചെയ്യുന്നൊരു കാര്യമാണ്. അതേസമയം ഈവൻ ഷോർട്ട് ടൈം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ ലോങ് ടൈം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് ആർക്കും അധികം സമയത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫീൽഡാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അവിടുത്തെ റിസ്ക്കുകൾ മാനേജ് ചെയ്യാൻ പഠിക്കുക. എസ്പെഷ്യലി സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചൊരു കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കുറേയധികം പെന്നി സ്റ്റോക്സ് എന്ന് പറയുന്ന കമ്പനിയിൽ കാര്യമായിട്ട് പ്രോഫിറ്റബിലിറ്റിയോ ബിസിനസ്സോ ഒന്നും ഇല്ലെങ്കിലും അങ്ങനെയുള്ള സ്റ്റോക്കുകൾ കുറേയധികം പേര് വാങ്ങുകയും അങ്ങനെയുള്ള സ്റ്റോക്കുകൾ ഒരു പക്ഷേ കുറച്ച് ദിവസത്തിൽ ഈ എക്സിക്യൂട്ടായുള്ള 5%-ലൊക്കെ മുകളിലേക്ക് പോകുന്നത് കാണുന്നുണ്ടാവും. അങ്ങനെയുള്ള സ്റ്റോക്കുകൾ ചേസ് ചെയ്യരുത്.
അങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അങ്ങനെയുള്ള സ്റ്റോക്കുകൾ വീണ്ടും തിരിച്ച് ഇതുപോലെ തന്നെ താഴേക്ക് പോകാനുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലാണ്. അതേസമയം നല്ല സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിൽ ഇനിയൊരു കറക്ഷൻ ഉണ്ടായാലും കാര്യമായിട്ട് പേടിക്കാനൊന്നുമില്ല. സ്റ്റോക്കുകളെല്ലാം റീബൗണ്ട് ചെയ്ത് തിരിച്ചു വരും. അപ്പോൾ അതുകൊണ്ട് സ്റ്റോക്ക് സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റോക്കുകളുടെ ഫണ്ടമെൻ്റലായിട്ടുള്ള, അതായത് പ്രോഫിറ്റബിലിറ്റിയും ആ കമ്പനിയുടെ ബിസിനസ്സും കമ്പനിയുടെ മാനേജ്മെൻറ്റും എല്ലാം നല്ലതാണെങ്കിൽ നമുക്ക് ആ സ്റ്റോക്കുകളിൽ പ്രോഫിറ്റ്സ് എടുക്കാൻ സാധിക്കും. പക്ഷേ സ്റ്റോക്ക് സെലക്ഷൻ എവിടെയെങ്കിലും ഏതെങ്കിലും ഓൺലൈൻ മീഡിയാസിലൊക്കെ കാണുന്ന സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും SMS വരുമ്പോൾ നമ്മൾ വാങ്ങുന്ന സ്റ്റോക്കുകൾ ഒക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ നഷ്ടപ്പെടുത്താനുള്ള വളരെയധികം സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സ്റ്റോക്കുകളുടെ പിന്നാലെ പോകാതെ ക്വാളിറ്റി സ്റ്റോക്സിൽ മാത്രം നിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം ഇപ്പോഴത്തെ ഈ റാലി ലിക്വിഡിറ്റി ചേസ് ചെയ്തുകൊണ്ടുള്ള ഒരു റാലി കൂടിയാണ്. അതുകൊണ്ട് തന്നെ നല്ല സ്റ്റോക്കുകൾ, ക്വാളിറ്റി സ്റ്റോക്കുകൾ നിൽക്കുക. വരും ദിവസങ്ങളൊരു വാക്സിനൊക്കെ COVID-19 അഗേൻസ്റ്റ് ഒരു വാക്സിനൊക്കെ വരികയാണെങ്കിൽ മാർക്കറ്റിൻ്റെ റാലി ഒരു 11,000 മുകളിലേക്ക് കണ്ടിന്യൂ ചെയ്ത് പോകുമെന്ന് തന്നെ നമുക്ക് ഇപ്പോഴത്തെ ഈ ഡെവലപ്മെൻറ്റ്സിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പക്ഷേ ക്വാളിറ്റി വിട്ട് ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളത് പുതിയതായിട്ട് വരുന്ന മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾക്ക് നൽകാനുള്ളൊരു വലിയൊരു അഡ്വൈസാണ്. അതുപോലെ പലപ്പോഴും പലരും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, നമുക്ക് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കുക, അത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളൊരു കാര്യം. ഞാൻ പലപ്പോഴും അവരോട് ചോദിക്കാറുള്ളൊരു കാര്യം, നമുക്കിപ്പോൾ അറിയാം നമ്മൾ ഈവൻ ചന്ദ്രനിലേക്ക് പോലും സാറ്റലൈറ്റ്സൊക്കെ വിടുന്നൊരു സമയമാണ് അല്ലേ. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ എല്ലാം നമ്മളൊരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു കാൽക്കുലേഷൻസിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മളത് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ നമുക്ക് സയൻറ്റിഫിക്കായിട്ട് പല കാര്യങ്ങൾ അനലൈസ് ചെയ്യാനും അതിൽ നിന്ന് തന്നെ നമുക്കൊരു ഡയറക്ഷൻ പ്രഡിക്റ്റ് ചെയ്യാനും സാധിക്കുമോ? ഈവൻ ഒരു 90% അക്യൂറസിയോടുകൂടി തന്നെ പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിന് വേണ്ടി കുറേയധികം പ്രിപ്പറേഷൻ്റെ ആവശ്യമുണ്ട്. കുറേയധികം നമ്മളതിനകത്ത് എഫർട്ട് ഇട്ട് എഡ്യൂക്കേഷണലായിട്ടോ അല്ലെങ്കിൽ അതിന് പ്രാക്ടിക്കലായിട്ടുള്ള എഫർട്ടോടുകൂടി തന്നെ ബേസിക്കലി ഞാൻ ബ്ലൂംബർഗിൻ്റെ റോയിറ്റേഴ്സിൻ്റെയൊക്കെ അവരുടെയൊക്കെ ട്രെയിനിങ് പ്രോഗ്രാംസ് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രൊഫഷണലായിട്ടുള്ളൊരു അപ്രോച്ചോട് കൂടി അതിൽ വർഷങ്ങളുടെ നമ്മൾ ജസ്റ്റ് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടൊന്നും അതിൻ്റെ ഒരു പെർഫെക്ഷനിലേക്ക് വരില്ല. പക്ഷേ വർഷങ്ങളോളം അത് പ്രാക്ടിക്കലായിട്ടുള്ള മാർക്കറ്റിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു അതിൽ നിന്നും ഒരു മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ മാർക്കറ്റിൽ വരുന്ന ഒരു പർട്ടിക്കുലർ മൂവ്മെൻറ്റിന് മുമ്പ് മാർക്കറ്റിലുണ്ടാകുന്ന എസ്പെഷ്യലി ഓപ്ഷൻസിൻ്റെ പൊസിഷൻ, അതുപോലെ ഫ്യൂച്ചേഴ്സിൻ്റെ പൊസിഷൻ, അതുപോലെ തന്നെ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിൻ്റെയൊക്കെ ബിൽഡപ്പുകളും ഓപ്പൺ ഇൻട്രസ്റ്റുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാൻ, അതിൽ നിന്ന് അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പലപ്പോഴും സാധിക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ നമുക്ക് യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ ഡിസ്പ്ലേ ഈ യൂട്യൂബിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരുന്നൊരു ചാർട്ടാണ് 10,000 താഴെ നിന്ന് മാർക്കറ്റ് 10,550 വരെയുള്ളൊരു ഷാർപ്പായിട്ടുള്ളൊരു റാലി, ഒരു ഷോർട്ട് സ്ക്യൂസിലേക്കാണ് മാർക്കറ്റ് പോകുന്നത് എന്നുള്ളതും, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മാർക്കറ്റിൻ്റെ ആ മൂവ്മെൻറ്റ് 10,550 വരെ പോകുമെന്നുള്ളൊരു കാര്യം നമ്മളന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരുന്നൊരു ചാർട്ടാണ്. നിങ്ങൾക്കറിയാം കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു 10,631 എന്നൊരു ഹൈ സെറ്റ് ചെയ്തതിന് ശേഷം 10,607 ക്ലോസ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള മൂവ്മെൻറ്റ്സ് പലപ്പോഴും നമുക്ക് വലിയൊരു ഈവൻ 500 to 700 പോയിൻറ്റ്സിൻ്റെയൊക്കെ ഒരു റാലിയൊക്കെ നമുക്ക് പലപ്പോഴും നേരത്തെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപയോഗിച്ചുകൊണ്ട് വലിയ പ്രോഫിറ്റ്സ് നേടാനും സാധിക്കും. അതിൽ കുറച്ച് അധികം നമുക്ക് ടെക്നിക്കലായിട്ടോ അതുപോലെ തന്നെ ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സ് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്തൊരു സ്റ്റോക്കായിരുന്നു മണപ്പുറം ഫിനാൻസ് എന്നുള്ള ഒരു സ്റ്റോക്ക്. ആ സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം 160 വരെ മൂവ് ചെയ്യുകയുണ്ടായില്ല. അപ്പോൾ അതുപോലെയുള്ള പല സ്റ്റോക്കുകളുടെയും പൊസിഷൻസ് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ടെക്നിക്കൽ അനാലിസിസിലൂടെയും കുറേയധികം സ്റ്റോക്കുകളുടെ ഫണ്ടമെൻ്റലി വളരെ നല്ല സ്റ്റോക്കുകളെ അനലൈസ് ചെയ്ത് അത് ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് കുറേയധികം പ്രോഫിറ്റ്സ് നേടാൻ സാധിക്കുമെന്ന കാര്യത്തിലൊരു സംശയവുമില്ല. അടുത്തായി നമുക്കിനി നിഫ്റ്റിയുടെ ടെക്നിക്കൽ ലെവൽസിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് നിഫ്റ്റിയുടെ കഴിഞ്ഞ വീക്കിലെ ട്രേഡിംഗ് പാറ്റേൺ ആണ്. നമുക്ക് നിഫ്റ്റി 26 ജൂണിന് ക്ലോസ് ചെയ്തിരുന്നത് 10,383 അതിനുശേഷം 29 ജൂണിൽ മാർക്കറ്റ് ഒരു 70 പോയിൻറ്റ്സ് താഴ്ന്നാണ് ക്ലോസ് ചെയ്തിരുന്നത്. അന്ന് തന്നെയാണ്
മൺഡേ ആണ് കഴിഞ്ഞ വീക്കിലെ ഒരു ലോ സെറ്റ് ചെയ്തിരുന്നത്. ഒരു 10,000 to 23 വരെയും ഒരു കറക്ഷൻ ഉണ്ടായിരുന്നു മാർക്കറ്റിൽ. അതിനുശേഷം 30th ജൂണിൽ 10 പോയിൻറ്റ്സ് താഴെയാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതിനുശേഷം 1st ജൂലൈയിൽ 127 പോയിൻറ്റ്സിൻ്റെ ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ്, ഒരു വലിയൊരു റാലി നമ്മളന്ന് കാണുകയുണ്ടായി. അതിനുശേഷം 2nd ജൂലൈയിൽ വീണ്ടും ഒരു 121 പോയിൻറ്റ്സിൻ്റെ ഒരു മൂവ്മെൻറ്റോട് കൂടിയാണ് അന്ന് ഓപ്ഷൻ എക്സ്പയറി ഡേയിൽ വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് തന്നെയാണ് അന്ന് ലഭിച്ചത്. അതിനുശേഷം 3rd ജൂലൈയിൽ നമുക്കൊരു 55 പോയിൻറ്റ്സിൻ്റെ ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് തന്നെയാണ് ലഭിച്ചത്. അതിനുശേഷം അന്ന് നമുക്ക് ഈ ഒരു റീസെൻ്റ് റാലിയുടെ ഒരു ഹൈ ആയിട്ടുള്ള 10,631 10,631 ഒരു ഹൈ സെറ്റ് ചെയ്തതിന് ശേഷമാണെന്ന് 10,607 മാർക്കറ്റ് ക്ലോസ് ചെയ്തിരുന്നത്. ഈ വീക്കിൽ മാർക്കറ്റിന് ഒരു 224 പോയിൻറ്റ്സ് അല്ലെങ്കിൽ ഒരു 2.15% ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് രേഖപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് വീക്കിൽ നമുക്കറിയാം 139 പോയിൻറ്റ്സിൻ്റെ അപ്വേർഡ് മൂവ്മെൻറ്റ് ആയിരുന്നെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള വീക്ക് 272 പോയിൻറ്റ്സിൻ്റെ ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് ആയിരുന്നു. അതിന് തൊട്ട് മുമ്പുള്ള വീക്ക് ആണെങ്കിൽ 170 പോയിൻറ്റ്സിൻ്റെ ഒരു മൈനസ് ക്ലോസിംഗ് ആയിരുന്നെങ്കിൽ അതിന് മുമ്പായിരുന്നു നമ്മളൊരു 562 പോയിൻറ്റ്സിൻ്റെയും ഒരു 541 പോയിൻറ്റ്സിൻ്റെയും 2 കോൺസിക്യൂട്ടീവ് വീക്സിലുള്ള ഷാർപ്പ് റാലീസ് കണ്ടിരുന്നത്. എന്തായാലും മാർക്കറ്റിൻ്റെ കഴിഞ്ഞ 7 വീക്സിൽ ഒരു വീക്ക് മാത്രമാണ് അങ്ങനെ ഒരു നെഗറ്റീവ് ക്ലോസിങ് കണ്ടത്. അങ്ങനെ മാർക്കറ്റ് ഒരു നല്ല ഒരു പോസിറ്റീവ് ക്ലോസിങ് തന്നെയാണ് ഇപ്പോഴും. ആ ഒരു ട്രെൻഡ് തന്നെയാണ് നിലനിർത്തുന്നത്. ഒരു മാർക്കറ്റിൻ്റെ കഴിഞ്ഞ വീക്കിലെ ഒരു ട്രെൻഡിൽ നിന്നൊരു മാർക്കറ്റ് ഒന്ന് എക്സോസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഒരു കോവിഡ് വാക്സിൻ വരുന്നു എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനുള്ള ഒരു ഗ്ലോബൽ മാർക്കറ്റ്സ് ഓപ്പൺ അപ്പ് ആവുന്നതിൻ്റെയും ഒരു പോസിറ്റീവ് ട്രെൻഡുണ്ട്. വളരെ ലിക്വിഡിറ്റി വളരെ നല്ല രീതിയിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എസ്പെഷ്യലി നമുക്കറിയാം ലിക്വിഡിറ്റി വരുമ്പോൾ പ്രൊമോട്ടേഴ്സ് എല്ലാം അവരുടെ കമ്പനികളുടെ പ്രൈസുകൾ വളരെ താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. സ്റ്റോക്കുകൾ വളരെ താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സ്റ്റോക്കുകളെല്ലാം കാര്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് നമുക്ക് കാണാം. ആ ഒരു ട്രെൻഡ് വരും ദിവസങ്ങളിലും കണ്ടിന്യൂ ചെയ്യുകയും ഈ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷൻ നമുക്കിനി വരും ദിവസങ്ങളിൽ അതുപോലെ ഒരു വാക്സിനിലേക്ക് നമ്മൾ ഓഗസ്റ്റ് മാസത്തോട് കൂടി തന്നെ നീങ്ങട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. അവിടേക്ക് എത്തുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ അപ്വേർഡ് ട്രെൻഡ് നമുക്ക് നിലനിർത്താൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം, ഇതൊരു പാൻഡമിക് ആയതുകൊണ്ട് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് ഗ്ലോബലി ആയിട്ട് ഉള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിനൊന്നും ഒരു കോട്ടം സംഭവിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ബിസിനസ്സുകൾ ക്ലോസ് ഡൗൺ ചെയ്തതിൻ്റെ പേരിലുള്ള 1-2 ക്വാർട്ടറിൻ്റെ ബിസിനസ്സുകളിൽ വരുന്ന ലോസുകൾ ഉണ്ടായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിനൊരു സൊല്യൂഷൻ വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഒരു പ്രൊഡക്ഷൻസ് തുടങ്ങാനും അതുപോലെ തന്നെ ബിസിനസ്സുകളൊക്കെ നോർമൽസിലേക്ക് വരാനും സാധിക്കുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു വാക്സിൻ വരിക എന്നുള്ളത് തന്നെയാണ് ഇതിനൊരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ. അതിലേക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് എത്താൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റ്സും വളരെ പെട്ടെന്ന് തന്നെ നോർമൽ കണ്ടീഷൻസിലേക്ക് വരുമെന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കാണുന്നത് നമ്മുടെ നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടാണ്. നമുക്ക് ഈ മന്ത്ലി ചാർട്ടിൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് മാർക്കറ്റിൻ്റെ ആ ഒരു മാർച്ച് മാസത്തിലെ ആ ഒരു 2604 പോയിൻറ്റ്സിൻ്റെ ഒരു ഡൗൺവേർഡ് ആയിട്ടുള്ള ഒരു ലോസോടുകൂടി ക്ലോസ് ചെയ്ത മാർക്കറ്റ്. അന്ന് മാർക്കറ്റ് 7511 വരെയാണ് അന്ന് മാർക്കറ്റിലൊരു വലിയൊരു ഫോൾ ഉണ്ടായത്. അതിനുശേഷം നമ്മൾ ഏപ്രിൽ മാസത്തിൽ 1262 പോയിൻറ്റ്സിൻ്റെ ഒരു അപ്വേർഡ് മൂവ്മെൻറ്റും പിന്നീട് മെയ്യിലൊരു 279 പോയിൻറ്റ്സിൻ്റെ ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആണെങ്കിൽ ജൂൺ മാസത്തിൽ വീണ്ടും ഒരു 721 പോയിൻറ്റ്സിൻ്റെ ഒരു പോസിറ്റീവ് ക്ലോസിങ്ങും വീണ്ടും ജൂലൈ മാസത്തിൽ നമുക്കിപ്പോൾ ഇത്രയും ദിവസത്തിനുള്ളിൽ തന്നെ 305 പോയിൻറ്റ്സിൻ്റെ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഈ 12,430 നിന്നും മാർക്കറ്റ് 7,511 വരെയും കറക്റ്റ് ചെയ്ത മാർക്കറ്റ് ഇപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ വീക്കിൽ 10,607 ഒരു റീബൗണ്ട് ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഈ 7,511 നിന്നും 10,631 വരെയുള്ള റീബൗണ്ട് ഓൾമോസ്റ്റ് ഒരു 3,120 പോയിൻറ്റ്സിൻ്റെ അല്ലെങ്കിൽ ഒരു 41.5% ഒരു റാലിയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ 12,430 നിന്നും 7,511 വരെയുള്ള ഒരു കറക്ഷൻ ഓൾമോസ്റ്റ് ഒരു 4,919 പോയിൻറ്റ്സിൻ്റെ കറക്ഷനായിരുന്നു. അതിനുശേഷമാണ് മാർക്കറ്റിൽ ഇപ്പോൾ ഈ ഒരു 3,120 പോയിൻറ്റ്സിൻ്റെ ഒരു അപ്വേർഡ് മൂവ്മെൻ്റ് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് നമുക്ക് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇപ്പോഴത്തെ ഈ ഡിസ്ട്രപ്ഷൻസ് ഇതിനൊരു സൊല്യൂഷൻ വരികയാണെങ്കിൽ
മാർക്കറ്റിന് വീണ്ടും ഈ ഒരു ഈ അപ്വേർഡ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. എന്തായാലും നമുക്കറിയാം ഒരു ഇപ്പോഴത്തെ 200 DMA നിഫ്റ്റിയുടെ വരുന്നത് 10,889 ലെവലിലാണ്. ആ ഒരു ലെവലിന് താഴെ മാർക്കറ്റ് ട്രേഡ് ചെയ്യുമ്പോൾ എപ്പോഴും മാർക്കറ്റിൻ്റെ ഒരു ബെയറിഷ് ട്രെൻഡിൽ തന്നെയാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ള ഒരു മെസ്സേജും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ലെവൽ വളരെ ക്രൂഷ്യലായിരിക്കും. ആ ലെവലിന് മുകളിലേക്ക് മാർക്കറ്റിന് പോകണമെങ്കിൽ ഒരു വളരെ ക്ലിയർ ആയിട്ടുള്ള ഈ പാൻഡമിക്കിന് ഒരു അവസാനം വരുന്ന രീതിയിലുള്ളൊരു സൊല്യൂഷൻ വരികയാണെങ്കിലായിരിക്കും മാർക്കറ്റ് 200 DMAക്ക് മുകളിലേക്ക് മൂവ് ചെയ്യുക. അതുപോലെ നമുക്കിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടാണ്. ഈ വീക്ക്ലി ചാർട്ടിൽ നമുക്ക് കാണാൻ കഴിഞ്ഞ വീക്കിൽ ഒരു 224 പോയിൻറ്റ്സിൻ്റെ ഒരു പോസിറ്റീവ് ക്ലോസിങ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാർക്കറ്റിൻ്റെ നെക്സ്റ്റ് ഈ 200 DMA വരുന്നത് 10,889 ലെവലാണ് നമുക്ക് മാർക്കറ്റിൽ കാണാം. അതായത് ഈ 20 DMA വരുന്ന 10,205 മുകളിലേക്ക് മാർക്കറ്റിന് ശരിക്കും കൃത്യമായിട്ടുള്ള ഒരു ടാർഗറ്റായിട്ട് നിലനിൽക്കുക 10,889 ലെവലായിരിക്കും. എന്തായാലും 10,205 താഴേക്ക് മാർക്കറ്റ് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത 100 DMA വരുന്നത് 9,932 അതുപോലെ 50 DMA വരുന്നത് 9,706 ആണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഈ DMA ബേസ് ചെയ്തുകൊണ്ടുള്ള സപ്പോർട്ട്സ് എപ്പോഴും 9,932 9,706 ലെവലിലായിരിക്കും. ഈ ലെവൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് ആയിരിക്കും മാർക്കറ്റിൻ്റെ ശക്തമായിട്ടുള്ള വൺ സൈഡ് മൂവ്മെൻറ്റ്സ് ഉണ്ടാകുമ്പോൾ. അതുകൊണ്ട് തന്നെ ഈ ലെവൽസ് നമ്മൾ എപ്പോഴും മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ നമുക്ക് നിഫ്റ്റിയുടെ ഒരു ഡിമാൻഡ് സപ്ലൈ ലെവൽസ് നോക്കുമ്പോൾ സപ്ലൈ ലെവൽ മാർക്കറ്റിന് ഇപ്പോഴത്തെ ട്രേഡിംഗ് ലെവലിന് വളരെ അടുത്തൊരു സപ്ലൈ ലെവൽ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 10,628 10,596 ഇടയിലൊരു സപ്ലൈ സോണാണ്. ഇതിന് താഴെ ഈ ലെവലിൽ നിന്ന് മാർക്കറ്റ് ഒരു പക്ഷേ റിവേഴ്സ് ചെയ്ത് ഒരു പുൾ ബാക്ക് ഉണ്ടാകാം. അതേസമയം മാർക്കറ്റിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു അടുത്തൊരു എൻട്രി ലെവലായിട്ട് നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് ലെവലായിട്ട് നിലനിൽക്കുന്നത് 10,290ക്കും അതുപോലെ തന്നെ 10,302 എന്ന ലെവലായിരിക്കും. ഈ ലെവലിൽ ഒരു എൻട്രി ആയിരിക്കും വളരെ സേഫ് ആയിട്ടുള്ള ഒരു പൊസിഷണലായിട്ട് എൻട്രിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സേഫ് ആയിട്ടുള്ളത്. അതേസമയം ഈ 10,628 അല്ലെങ്കിൽ 10,596 എന്നുള്ളൊരു ലെവലിനടുത്ത് നമ്മൾ നിഫ്റ്റിയിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഇൻഡെക്സുകളിലൊക്കെ ഉള്ള പൊസിഷൻസിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് അടുത്തൊരു മൂവ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കും ഏറ്റവും ഐഡിയൽ ആയിരിക്കുക. അതുപോലെ നമുക്ക് നിഫ്റ്റിയുടെ മെയിൻ ചാർട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നിഫ്റ്റിക്ക് അടുത്തതായിട്ടുള്ള ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗ് ആയിട്ടുള്ള 10,607 മുകളിലേക്കുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ 10,722 ലെവലിലായിരിക്കും. അതിന് മുകളിൽ 10,901 എന്നുള്ളൊരു ലെവലിലായിരിക്കും അടുത്ത ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസുകൾ ഉണ്ടാവുക. ഈ 200 DMAക്ക് മുകളിലേക്ക് മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് വരികയാണെങ്കിൽ 11,142 അതുപോലെ തന്നെ ഒരു 11,730 എന്നീ ലെവലുകളായിരിക്കും അടുത്ത അപ്വേർഡ് ടാർഗറ്റ്സ് അല്ലെങ്കിൽ റെസിസ്റ്റൻസുകളായിട്ട് നിലനിൽക്കുക. അതേസമയം 10,722 താഴേക്ക് മാർക്കറ്റ് പുൾ ബാക്ക് വരികയാണെങ്കിൽ നമുക്ക് മാർക്കറ്റിൻ്റെ സപ്പോർട്ട് ലെവലായിട്ട് നിലനിൽക്കുക 10,336 അതുപോലെ തന്നെ 10,133 എന്നുള്ള ലെവലായിരിക്കും. 10,000 താഴെ 9,932 എന്നുള്ളൊരു സപ്പോർട്ട് ലെവലും മാർക്കറ്റിന് നിലനിൽക്കും. ഇപ്പോൾ നമ്മൾ കാണുന്നത് നിഫ്റ്റിയുടെ നെക്സ്റ്റ് വീക്കിലേക്കുള്ളൊരു ട്രേഡിംഗ് റേഞ്ചാണ്. ട്രേഡിംഗ് റേഞ്ച് ഫിക്സ് ചെയ്യുമ്പോൾ കുറച്ച് വൈഡായിട്ടുള്ളൊരു ട്രേഡിംഗ് റേഞ്ച് തന്നെയാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. നിഫ്റ്റിക്ക് അപ്പർ റേഞ്ചായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത് 11,142 ആണ് അടുത്തൊരു വീക്കിലെ ഒരു അപ്പർ റേഞ്ചായിട്ട് നിലനിൽക്കുക. അതേസമയം താഴെ ലെവലിൽ 10,133 എന്നുള്ളൊരു ലെവലായിരിക്കും താഴെ ലെവലിലൊരു ഡൗൺ സൈഡിലുള്ള ഒരു റേഞ്ച്. എന്തായാലും മാർക്കറ്റിൽ 10,592 ഒരു ക്രിട്ടിക്കൽ പോയിൻ്റ് ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അതിന് മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിനൊരു ഈ 200 DMAക്കൊക്കെ മുകളിലേക്ക് അപ്വേർഡ് ട്രെൻഡ് കുറേ കൂടി സ്പീഡിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ 11,142 ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട്. അതേസമയം താഴേക്ക് മാർക്കറ്റിൻ്റെ 10,598 താഴേക്ക് വീണ്ടും മാർക്കറ്റ് ട്രേഡ് ചെയ്ത് വരികയാണെങ്കിൽ പിന്നീട് 10,133 വരെയുമുള്ളൊരു താഴേക്കുള്ളൊരു ഷാർപ്പ് ഫോളായിരിക്കും നമ്മൾ കാണുക. അതേസമയം നമുക്ക് നെക്സ്റ്റ് വീക്കിൽ മാർക്കറ്റിൻ്റെ ഈ 10,598 മുകളിൽ കൺസോളിഡേഷനും അതുപോലെ തന്നെ ഒരു 10,900 വരെയുള്ള ഒരു പോസിറ്റീവ് ബയസോടുകൂടിയുള്ള വളരെ റേഞ്ച് ബൗണ്ടായിട്ടുള്ള ഒരു ട്രേഡിങ്ങിനുള്ള ഒരു പ്രോബിലിറ്റി നെക്സ്റ്റ് വീക്കിലേക്ക് ഉണ്ടെന്നുള്ളത് നോക്കുക. കാരണം ഇത്രയും വലിയൊരു റാലിക്ക് ശേഷം മാർക്കറ്റ് ഇപ്പോഴും താഴേക്ക് മൂവ് ചെയ്യുന്നില്ല.
അതേസമയം കാര്യമായിട്ടുള്ള ഒരു ബയിങ് ഇവിടെ നിന്ന് വരുന്നുമില്ല. അതേസമയം നമുക്കറിയാം കഴിഞ്ഞ മാസത്തിൽ FIs എല്ലാം കഴിഞ്ഞ വീക്കിൽ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നെങ്കിലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല്ലേഴ്സ് ആയിരുന്നെങ്കിലും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ബയിങ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലെവൽ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ മാസത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ 2-3 വീക്കായിട്ട് കാണുന്ന ആ ഒരു സ്പീഡ് മാർക്കറ്റിന് ഉണ്ടാവണമെന്നില്ല. അത് നമ്മൾ കഴിഞ്ഞ വീക്കിൽ കണ്ടതാണ്. പല ദിവസങ്ങളിലും വളരെ റേഞ്ച് ബൗണ്ടായിട്ടാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കോഷ്യസ് ആയിട്ട് തന്നെ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യണം. കൃത്യമായിട്ടുള്ള ട്രെൻഡുള്ള സമയത്ത് മാത്രം ട്രേഡ് ചെയ്യുകയും അല്ലാതെ കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് സൈഡ് ലൈൻസിൽ ഇരിക്കുകയും ചെയ്യേണ്ട ഒരു മാർക്കറ്റ് സിറ്റുവേഷനാണിത്. അതുപോലെ നമുക്ക് വൊളാറ്റിലിറ്റി ഇൻഡെക്സ് അതിൻ്റെ ചാർട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അത് 25.76 വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു വൊളാറ്റിലിറ്റി ഇൻഡെക്സ് താഴേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വലിയ സ്പൈക്കിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ടും താഴെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിന് ഒരു ബുള്ളിഷ് ടോൺ തന്നെയാണ് ഇപ്പോഴും മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യുന്നത് എന്നുള്ളത് ഈ വൊളാറ്റിലിറ്റി ഇൻഡെക്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്തായി നമുക്കിനി നെക്സ്റ്റ് വീക്കിലെ ട്രേഡിംഗ് സ്ട്രാറ്റജിയും അതുപോലെ കഴിഞ്ഞ വീക്കിൽ മേജറായിട്ടുള്ള ട്രേഡ്സും ഒന്ന് നോക്കാം. ഞങ്ങൾ എല്ലാ വ്യാഴാഴ്ചയും ഓപ്ഷൻ റൈറ്റിംഗ് നമ്മൾ എല്ലാ തേഴ്സ്ഡേയിലും വീക്ക്ലി ഓപ്ഷൻ എക്സ്പയറി തുടങ്ങിയതിന് ശേഷം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം ഓപ്ഷൻസ് നോർമലി ഈ വീക്ക്ലി ഓപ്ഷൻസ് എക്സ്പയറി ഡേയിൽ പല ഓപ്ഷൻസും ഔട്ട് ഓഫ് ദ മണി ഓപ്ഷൻസ് എല്ലാം സീറോയിലാണ് ക്ലോസ് ചെയ്യുക എന്ന് നമുക്കറിയാം. അത് ആ ഒരു അവസരം നമ്മൾ കൃത്യമായിട്ട് ഓപ്ഷൻസിൻ്റെ പൊസിഷൻ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം റൈറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ഓപ്ഷൻ റൈറ്റിംഗ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ എല്ലാ തേഴ്സ്ഡേ മാത്രം റൈറ്റ് ചെയ്ത് കുറച്ചധികം പ്രോഫിറ്റ്സ് നമ്മൾ നേടാറുണ്ട്. അത് പലപ്പോഴും നമുക്കറിയാം ഓപ്ഷൻ ബൈ ചെയ്യുന്നത് പോലെയല്ല, റൈറ്റ് ചെയ്യുന്നതിന് കുറച്ച് മാർജിൻ റിക്വയർമെൻറ്റ് കൂടുതലുണ്ട്. ആ റിക്വയർമെൻറ്റ് പലപ്പോഴും നമുക്കറിയാം ഈ റൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ല് ചെയ്യുന്നവർ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് അധികവും അല്ലേ. അപ്പോൾ അതേസമയം നമുക്ക് ഇൻഡിവിജ്വൽസിന് നമുക്ക് ഹോൾഡിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് എഗൻസ്റ്റ് നമുക്ക് മാർജിൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പലപ്പോഴും നമ്മളൊരു 11 o'clock ശേഷമൊക്കെ റൈറ്റ് ചെയ്ത് 3 o'clock തന്നെ ആ പൊസിഷൻ എക്സിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇൻട്രാഡേയിലുള്ളൊരു മാർജിനായിട്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വ്യാഴാഴ്ചയിൽ ഓപ്ഷൻ റൈറ്റിംഗ് ചെയ്യാൻ സാധിക്കാറുണ്ട്. നമ്മൾ കുറേ മാസങ്ങളായിട്ട് വീക്ക്ലി ഓപ്ഷൻ എക്സ്പയറി തുടങ്ങിയതിന് ശേഷം വളരെ സക്സസ്ഫുള്ളായിട്ട് എല്ലാ തേഴ്സ്ഡേയും ചെയ്യുന്ന ട്രേഡ്സാണ് ഈ ഓപ്ഷൻ റൈറ്റിങ്ങിലുള്ളത്. നമുക്കിപ്പോൾ കാണുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ ഞങ്ങൾ കഴിഞ്ഞ വീക്കിൽ റൈറ്റ് ചെയ്തിരുന്നത് 21,900 പുട്ട് ഓപ്ഷനാണ് ഞങ്ങൾ റൈറ്റ് ചെയ്തിരുന്നത്. അത് 1 o'clock ശേഷം ഞങ്ങളൊരു 50 rupeesനാണ് റൈറ്റ് ചെയ്തത്. അതിനുശേഷം അത് 0 ക്ലോസ് ചെയ്യുകയുണ്ടായി. ഞങ്ങൾ വളരെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്സ് നമുക്ക് അന്ന് നേടാനായിട്ട് ഈ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻസിൽ സാധിക്കുകയുണ്ടായി. ഓൾമോസ്റ്റ് ഒരു 1,000 rupees പ്രോഫിറ്റ് ഒരു ലോട്ടിൽ നമുക്ക് നേടാൻ സാധിക്കും. അപ്പോൾ ഒരു 10 lots ഒക്കെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 10,000 rupees എങ്കിലും പ്രോഫിറ്റ് നമുക്ക് നേടാവുന്ന രീതിയിലുള്ള അന്ന് ആ 0 ആകുന്ന ഓപ്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോഫിറ്റാണ് അത്. അപ്പോൾ അത് മാർക്കറ്റിൽ നമുക്ക് കാണാം ഓപ്ഷൻസ് ഷ്രിങ്ക് ചെയ്ത് 0 ആവുന്നത് നമ്മൾ വ്യാഴാഴ്ച കാണുന്നതാണ്. ആ ഒരു അവസരത്തിനെ മുതലാക്കുന്ന ഒരു മെത്തേഡാണ് ഈ ഓപ്ഷൻ റൈറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം ഞങ്ങൾ കഴിഞ്ഞ വീക്കിൽ ഓപ്ഷൻ റൈറ്റിംഗ് നമ്മൾ ചെയ്തിരുന്നത് 10,550 കോൾ ഓപ്ഷനാണ് റൈറ്റ് ചെയ്തിരുന്നത്. അത് 13 ലെവലിൽ റൈറ്റ് ചെയ്തതിന് ശേഷം അന്ന് ക്ലോസ് ചെയ്തത് 2 ലെവലിലാണ്. അത് പക്ഷേ കുറച്ച് വൊളാറ്റിലിറ്റിയിൽ കുറച്ചധികം മുകളിലേക്ക് പോയതിന് ശേഷമാണ് താഴെ 2 വന്ന് ക്ലോസ് ചെയ്തത്. അതേസമയം ഞങ്ങളുടെ ഒരു ഓപ്ഷൻ പ്രീമിയം എന്നുള്ള ഒരു പാക്കേജ് ഉണ്ട്. നോർമലി വീക്കിലി ഒരു റെക്കമെൻഡേഷൻ റയലി 2 റെക്കമെൻഡേഷൻസ് ആണ് ഞങ്ങൾ ഇതിൽ നൽകുന്നത്. ഇപ്പോൾ നിഫ്റ്റിയുടെ ഓപ്ഷൻ പ്രീമിയം നിഫ്റ്റിയുടെ ഓപ്ഷൻസിലാണ് ഞങ്ങളത് നൽകുന്നത്. ഓൾമോസ്റ്റ് 100% പ്രോഫിറ്റ് ലഭിക്കാവുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഡബിൾ ആവുന്ന ഓപ്ഷൻ സ്ട്രൈക്ക് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷമാണ് നമ്മളത് ചെയ്യുന്നത്. കഴിഞ്ഞ വീക്കിൽ ഞങ്ങൾ ചെയ്തിരുന്നത് 10,400 കോൾ ഓപ്ഷനാണ് ഞങ്ങൾ വെനസ്ഡേയിൽ എൻട്രി ചെയ്തിരുന്നത്. ഓൾമോസ്റ്റ് ഒരു 65 ലെവലിലാണ് ഞങ്ങളത് എൻട്രി ചെയ്തിരുന്നത്. അതിനുശേഷം നെക്സ്റ്റ് ഡേ അത് 130 ഞങ്ങളത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ 100% പ്രോഫിറ്റ് ലഭിക്കുകയുണ്ടായി. ഇതുപോലെ ഓപ്ഷൻ പ്രീമിയത്തിൽ നിഫ്റ്റിയുടെ ഓപ്ഷൻ മാത്രമാണ് ഞങ്ങൾ നോർമലി നൽകിയിരുന്നത്. പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഞങ്ങൾ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻസിൽ കൂടെ ഒരു പ്രീമിയം റെക്കമെൻഡേഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കുറേയധികം റിസർച്ച് വർക്കുകൾ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വീക്കിൽ മുതൽ ഞങ്ങളൊരു ബാങ്ക് നിഫ്റ്റിയിലും ഓപ്ഷൻ പ്രീമിയം എന്നുള്ളൊരു റെക്കമെൻഡേഷൻ നൽകാനായിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലും പലപ്പോഴും ഞങ്ങൾക്ക് വെഡ്നെസ്ഡേ അല്ലെങ്കിൽ തേഴ്സ്ഡേയിൽ ഒരു പക്ഷേ പ്രീമിയം കുറഞ്ഞു നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ കുറേയധികം ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കുമ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു
കൃത്യമായിട്ടുള്ള ഒരു ട്രെൻഡ് ഉള്ള സമയത്ത് അത് ട്രേഡ് ചെയ്തൊരു നല്ലൊരു പ്രോഫിറ്റ് നേടാവുന്ന രീതിയിലുള്ള എസ്പെഷ്യലി ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻസിൽ കൂടെ വലിയ വൊളാറ്റിലിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ പ്രോഫിറ്റ് നേടാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള അവസരങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഞങ്ങളൊരു സെപ്പറേറ്റ് ടീം തന്നെ ഞങ്ങൾ ഇപ്പോൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വീക്ക് മുതൽ ഞങ്ങളൊരു ബാങ്ക് നിഫ്റ്റിയുടെ പ്രീമിയം ഓപ്ഷൻ റെക്കമെൻഡേഷൻസ് കൂടെ നൽകുന്നതാണ്. അടുത്തത് നമുക്കിനി നമ്മുടെ ലാസ്റ്റ് വീക്കിൽ പെർഫോമൻസ് ഒന്ന് നോക്കാം. ഞങ്ങൾ കഴിഞ്ഞ വീക്കിൽ നിഫ്റ്റി ഫ്യൂച്ചറിൽ ട്രേഡ് ചെയ്തതിൽ നമുക്ക് ടോട്ടലായിട്ടുള്ള 143 പോയിൻറ്റ്സിൻ്റെ പ്രോഫിറ്റാണ് ഉണ്ടായിരുന്നത്. മാർക്കറ്റിലെ ഒരു കൺസോളിഡേഷൻ പീരീഡ് ആയതുകൊണ്ട് നമുക്ക് വളരെ കോഷ്യസ് ആയിട്ട് തന്നെയാണ് നമ്മൾ ട്രേഡ് ചെയ്തിരുന്നത്. ഏറ്റവും അടുത്ത സാഹചര്യത്തിൽ തന്നെ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് വീക്കിൽ ഒരു 5 ലോട്ട്സ് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഒരു 53,625 പ്രോഫിറ്റ് കിട്ടാവുന്ന രീതിയിലുള്ള ട്രേഡ്സാണ് ഞങ്ങൾ ലാസ്റ്റ് വീക്കിൽ ഞങ്ങൾ ചെയ്തിരുന്നത്. അതുപോലെ നിഫ്റ്റിയുടെ ഓപ്ഷൻസിൽ ഞങ്ങൾക്കൊരു ടോട്ടൽ ഒരു 72 പോയിൻറ്റ്സിൻ്റെ പ്രോഫിറ്റാണ് ഉണ്ടായിരുന്നത്. ഒരു 5 ലോട്ട്സ് ചെയ്യുകയാണെങ്കിൽ ഒരു 27,000 പ്രോഫിറ്റ് ലഭിക്കാവുന്ന രീതിയിലുള്ള ട്രേഡ്സ് ആയിരുന്നു അതിൽ. അതേസമയം ബാങ്ക് നിഫ്റ്റിയിൽ കുറേ കൂടി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങളൊരു 350 പോയിൻറ്റ്സിൻ്റെ പ്രോഫിറ്റ് ഞങ്ങൾക്ക് ബാങ്ക് നിഫ്റ്റിയിൽ കഴിഞ്ഞ വീക്കിൽ ലഭിക്കുകയുണ്ടായി. ഓൾമോസ്റ്റ് ഒരു 5 ലോട്ട്സ് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഒരു 35,000 പ്രോഫിറ്റ് നേടാവുന്ന രീതിയിലുള്ള ട്രേഡ്സാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നത്. അതുപോലെ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻസിൽ ഒരു 135 പോയിൻറ്റ്സിൻ്റെ ഒരു പ്രോഫിറ്റാണ് നമുക്കുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഒരു 5 ലോട്ട്സിൽ 13,500 പ്രോഫിറ്റ് നേടാവുന്ന രീതിയിലുള്ള ട്രേഡ്സാണ് കഴിഞ്ഞ വീക്കിലുണ്ടായിരുന്നത്. അതേസമയം സ്റ്റോക്സിൽ വളരെ കൃത്യമായിട്ടുള്ള ട്രെൻഡ്സ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്സ് നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീക്കിലൊരു 1000 ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഒരു 56,500 പ്രോഫിറ്റ് നേടാവുന്ന രീതിയിലുള്ള ട്രേഡ്സാണ് ഞങ്ങൾ ലാസ്റ്റ് വീക്കിൽ ഞങ്ങൾ ചെയ്തിരുന്നത്. അതുപോലെ ഞങ്ങൾ കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ഒരു സ്റ്റോക്കാണ് ശ്രീറാം ട്രാൻസ്പോർട്ട് ഫിനാൻസ് എന്നുള്ള ഈ സ്റ്റോക്ക്. ഞങ്ങളൊരു ട്രിപ്ലസ് ഡെലിവറി റെക്കമെൻഡേഷനായിട്ട് ഈ ശ്രീറാം ട്രാൻസ്പോർട്ട് ഫിനാൻസ് നൽകിയിരുന്നത് 655 ലെവലിലായിരുന്നു. നമ്മൾ യൂട്യൂബ് ചാനലിൽ ഡിസ്കസ് ചെയ്തതും 685 ലെവലിലാണ്. അതിനുശേഷം ഈ സ്റ്റോക്ക് 734 ലെവലിലേക്ക് മൂവ് ചെയ്യുകയുണ്ടായി. അതിനുശേഷം ഒരു കറക്ഷനിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഞാൻ ഈ ശ്രീറാം ട്രാൻസ്പോർട്ട് ഫിനാൻസിൻ്റെ 780 എന്നുള്ളൊരു ടാർഗറ്റ് അച്ചീവ് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ യൂട്യൂബ് ചാനലിൽ ഡിസ്കസ് ചെയ്തിരുന്ന ഒരു സ്റ്റോക്കാണ് ഏഷ്യർ മോട്ടോഴ്സ് എന്നുള്ള സ്റ്റോക്ക്. ഈ സ്റ്റോക്കിന് നമ്മളൊരു 16,548 ലെവലിൽ ട്രേഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ സ്റ്റോക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നത്. നമ്മുടെ ടാർഗറ്റായിട്ടുള്ള 18,500 കഴിഞ്ഞ ദിവസത്തിൽ ഒരു 19,249 എന്നുള്ളൊരു ലെവൽ ടെസ്റ്റ് ചെയ്തപ്പോൾ നമ്മളന്ന് ഡിസ്കസ് ചെയ്ത ലെവലിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 16% പ്രോഫിറ്റ് നമുക്ക് നേടാനായിട്ട് സാധിക്കുകയുണ്ടായി. ഈ ഏഷ്യ മോട്ടോഴ്സ് എന്നുള്ള സ്റ്റോക്ക് ഞാൻ പേഴ്സണലി ഹോൾഡ് ചെയ്യുന്നൊരു സ്റ്റോക്കാണ്. ഒരു ഡിസ്ക്ലെമറായിട്ട് തന്നെ നിങ്ങളത് കൺസിഡർ ചെയ്യണം. അതുപോലെ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വളരെ നല്ലൊരു കറക്ഷന് ശേഷം ഒരു അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യുന്നൊരു സ്റ്റോക്കാണ് ഈ പേജ് ഇൻഡസ്ട്രീസ് എന്നുള്ള സ്റ്റോക്ക്. ഒരു പക്ഷേ പേജ് ഇൻഡസ്ട്രീസ് എന്നുള്ള ഒരു പേര് നമുക്ക് ഒട്ടും തന്നെ പരിചയമില്ലാത്തൊരു സ്റ്റോക്കായിരിക്കാം. അതേസമയം നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ് ഈ കമ്പനി ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ളൊരു കാര്യം. ഈ പേജ് ഇൻഡസ്ട്രി എന്നുള്ള പേര് മാത്രമാണ് നമുക്കറിയാത്തത്. അതേസമയം ജോക്കി എന്നുള്ള അണ്ടർ ഗാർമെൻറ്റ്സ് ഉണ്ടാക്കുന്ന കമ്പനിയാണ് ഈ പേജ് ഇൻഡസ്ട്രീസ് എന്നുള്ളത്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ ദിവസത്തിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 20,621 ലെവലിലാണ്. വരും ദിവസങ്ങളിലാണ് ഞാൻ ഈ സ്റ്റോക്കിൻ്റെ നമ്മുടെ ഈ ലോക്ക്ഡൗണൊക്കെ മാറുന്നതോടുകൂടി ഈ സ്റ്റോക്കിൻ്റെ ഒരു പ്രൈസ് ഒരു 22,300 ലെവലിലേക്ക് മൂവ് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ ഏഷ്യ മോട്ടോഴ്സോ അല്ലെങ്കിൽ പേജ് ഇൻഡസ്ട്രീസ് പോലെയുള്ള സ്റ്റോക്കുകളൊക്കെ കുറച്ച് ഹൈ വാല്യൂഡ് സ്റ്റോക്സ് ആണ്. പക്ഷേ ഈ സ്റ്റോക്കുകളിൽ ഇപ്പോൾ നമുക്കറിയാം ഏഷ്യ മോട്ടോഴ്സിലൊരു 16% പ്രോഫിറ്റ് ലഭിക്കുകയുണ്ടായി. അപ്പോൾ കുറച്ച് ഹൈ വാല്യൂ ഉള്ള സ്റ്റോക്കുകളാണെങ്കിലും ഇതുപോലെയുള്ള വളരെ നല്ല കമ്പനീസിൻ്റെ സ്റ്റോക്സ് പ്രൈസുകൾ മൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഈ വളരെ പെന്നി ആയിട്ടുള്ള 5 റുപ്പീസിൻ്റെ 10 റുപ്പീസിൻ്റെ സ്റ്റോക്കുകൾ ഇനി പ്രോഫിറ്റിന് വേണ്ടി ട്രേഡ് ചെയ്യുന്നത് വളരെ റിസ്ക്കിയാണ്. അതേസമയം ഇങ്ങനെയുള്ള സ്റ്റോക്കുകളാണെങ്കിൽ ഇപ്പോൾ 1 ലാഖിന് നമ്മൾ വാങ്ങിയാൽ ഒരു 10% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 10,000 തന്നെയാണ്. അത് 10 രൂപയുടെ സ്റ്റോക്കായാലും ഈ 17,000 സ്റ്റോക്കാണെങ്കിലും നമ്മൾ ലഭിച്ച 10,000 തന്നെയാണ് 10% പ്രോഫിറ്റ് എന്ന് പറയുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഇവിടെ റിസ്ക് വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് അതിലൊരു ഡിഫറൻസ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പേജ് ഇൻഡസ്ട്രീസ് എന്നുള്ള സ്റ്റോക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്ത സമയത്ത് ഓൾമോസ്റ്റ് ഒരു 220 റുപ്പീസിലാണ് ഈ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തിരുന്നത്. ലിസ്റ്റ് ചെയ്ത അന്ന് തന്നെ ഞാൻ അന്ന് പഠിക്കുന്നൊരു സമയമാണ്, ചാർട്ടേഡ് അക്കൗണ്ടൻസിക്ക് പഠിക്കുന്നൊരു സമയമാണ്. ഞാൻ ആ സ്റ്റോക്ക് ഞാനൊരു 220 റുപ്പീസിന് വാങ്ങുകയുണ്ടായി അന്ന് ലിസ്റ്റ് ചെയ്ത് അന്ന് തന്നെ. അതിനുശേഷം
എനിക്ക് ഫണ്ടിൻ്റെ റിക്വയർമെൻറ്റ് വന്നപ്പോൾ നമുക്ക് പഠിക്കുന്ന സമയത്തൊക്കെ ഫണ്ടിൻ്റെ കുറേ റിക്വയർമെൻറ്റ്സ് ഒക്കെ വരുമല്ലോ പലപ്പോഴും. അതിനനുസരിച്ച് ഞാനതൊരു നല്ല പ്രോഫിറ്റിൽ തന്നെയാണ് ഒരു 500 മുകളിലേക്കാണ് ഞാൻ സ്റ്റോക്ക് വിറ്റത്. പക്ഷേ ഇപ്പോഴും ആ സ്റ്റോക്കിനെ ഐഡൻറ്റിഫൈ ചെയ്തത് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റോക്ക് പിക്ക് ചെയ്യാനായിട്ടുണ്ടായിരുന്നൊരു കാരണം ഇത്രയും വളരെ നല്ല പ്രോഡക്റ്റ്സ് ഉള്ള ഒരു ബ്രാൻഡഡ് പ്രോഡക്റ്റ് ആയിട്ടുള്ള ഈ ജോഗി അണ്ടർ ഗാർമെൻറ്റ്സിൻ്റെ ആ ഒരു വലിയ ഡിമാൻഡുള്ള ഒരു പ്രോഡക്റ്റ്, അതായത് വരും ദിവസങ്ങളിൽ യങ് ജനറേഷൻ കൂടുതൽ അതിലേക്ക് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് വരാവുന്ന ഒരു പ്രോഫിറ്റബിലിറ്റി ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പേജ് ഇൻഡസ്ട്രീസ് എന്നുള്ള സ്റ്റോക്കിൽ അന്ന് ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. എനിക്കത് സ്റ്റോക്ക് വിറ്റ് പോയതിൽ ഇപ്പോഴും ആലോചിക്കുമ്പോൾ വളരെ വിഷമം തോന്നാറുണ്ട്. പക്ഷേ നമ്മളൊരു ഫണ്ടിൻ്റെ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വളരെ നല്ലൊരു പ്രോഫിറ്റിലൊരു സ്റ്റോക്ക് വിറ്റ് കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നതിൽ കാര്യമില്ല. പക്ഷേ നമ്മൾ ആ സ്റ്റോക്കുകൾ, പല സ്റ്റോക്കുകളും നമ്മൾ പല ലെവൽസിലും നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കയറി പോകുമ്പോൾ നമ്മുടെ ആ തീരുമാനം, അന്നത്തെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു തീരുമാനം നമുക്ക് വലിയൊരു എക്സ്പീരിയൻസ് ആണ് തരിക. ആ ഒരു എക്സ്പീരിയൻസ് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും വേറെ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുമ്പോൾ ആ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുകയും അതുപോലെ തന്നെയുള്ള വലിയ പ്രോഫിറ്റ്സ് നേടാനും, അതുപോലെ തന്നെ ചില സ്റ്റോക്കുകൾ നമ്മൾ കുറേയധികം റാലി ചെയ്താലും പിന്നെയും അതുപോലെ ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പ്രോഫിറ്റിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാനും സാധിക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു വളരെ നല്ലൊരു പ്രോഫിറ്റ് നേടിയൊരു കമ്പനിയാണ് ബ്രിട്ടാനിയ എന്നുള്ളൊരു കമ്പനി. ഈ ബ്രിട്ടാനിയ ആക്ച്വലി ഞാനൊരു 600 ലെവലിൽ ഞാൻ ജിയോജിത്ത് എന്നുള്ള സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു 600 ലെവലിലാണ് അതൊരു ബൈ റെക്കമെൻഡേഷൻ നൽകുന്നത്. അതിനുശേഷം ഈ സ്റ്റോക്ക് ഒരു 500 ലെവലിലേക്ക് അല്ലെങ്കിൽ ഒരു 480 ലെവലിലേക്കൊക്കെ കറക്റ്റ് ചെയ്തതിന് ശേഷം ഒരു കുറച്ച് അധികം പീരിയഡ് എന്തോ കാരണം കൊണ്ട് ആ ലെവലിൽ ട്രേഡ് ചെയ്യുകയുണ്ടായി. പലപ്പോഴും ആ സമയത്ത് പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, നിങ്ങൾ എന്തിനാണ് ഈ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തത് എന്നുള്ളത്. അപ്പോൾ ചില സമയത്ത് വളരെ നല്ല കമ്പനീസിൻ്റെ സ്റ്റോക്സ് അതുപോലെ ഒരു കറക്ഷനിലൂടെ കടന്നു പോകും. പക്ഷേ നമുക്കറിയാം ഇന്ന് ആ സ്റ്റോക്കിൻ്റെ പ്രൈസ്, ബ്രിട്ടാനിയയുടെ പ്രൈസ് 3000 മുകളിലാണ് അല്ലേ. അപ്പോൾ അതിനുശേഷം അത് വന്നതിന് ശേഷം എന്നെ പലരും അന്ന് പറഞ്ഞിരുന്ന പലരും പിന്നീട് വിളിച്ച് എനിക്ക് വലിയ പ്രോഫിറ്റ് കിട്ടിയ കാര്യം സംസാരിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചില സ്റ്റോക്കുകൾ വളരെ നല്ല സ്റ്റോക്കുകളാണെങ്കിലും ഒരു കറക്ഷൻ പീരീഡിലൂടെയൊക്കെ കടന്നു പോകും. അവിടെ നമ്മൾ പേഷ്യൻസോടുകൂടി ഹോൾഡ് ചെയ്യുകയും ആ കമ്പനിയുടെ പ്രോഡക്ട്സിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുകയും ചെയ്യാനുള്ള നമ്മുടെ ഒരു ഗട്ട്സാണ് പലപ്പോഴും നമ്മൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രോഫിറ്റ് നേടിത്തരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റോക്ക് അതിൻ്റെ പ്രൈസ് താഴെ പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആ പ്രോഡക്ട്സും ആ കമ്പനിക്കും യാതൊരു പ്രശ്നവും ഇല്ലെങ്കിൽ അത് വലിച്ചെറിയുന്നതിന് മുമ്പ് നമ്മൾ 100 വട്ടമെങ്കിലും ചിന്തിക്കണം. കാരണം അത് ഒരു അബദ്ധത്തിൽ പിന്നീട് വരും. നമ്മളൊരു പ്രോഫിറ്റിലൊരു സ്റ്റോക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പ്രോഫിറ്റ്, അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന പ്രോഫിറ്റിൽ എത്തിയതിന് ശേഷം നമ്മളൊരു സ്റ്റോക്ക് വിൽക്കുമ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം ആലോചിച്ചാൽ മതി. ഞാൻ ഉദ്ദേശിച്ച ടാർഗറ്റിലെത്തി പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നു, അത് പിന്നീട് കയറിപ്പോവുകയോ ചിലപ്പോൾ ഇറങ്ങിപ്പോകും, അത് പ്രശ്നമല്ല. അങ്ങനെ നമുക്ക് ചെയ്യാം. പക്ഷേ ഒരു സ്റ്റോക്കിനെ ലോസിൽ വിൽക്കുന്നതിന് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു കാരണം കൂടെ ഉണ്ടാവണം. അല്ലെങ്കിൽ നമ്മൾ ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്ത് നമുക്കത് പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യാനായിട്ടുള്ളൊരു അവസരം വരുമ്പോൾ നമുക്ക് വലിയ വിഷമമായിരിക്കും ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ പേജ് ഇൻഡസ്ട്രീസ് എന്നുള്ള സ്റ്റോക്ക് അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ എപ്പോഴും എനിക്ക് വളരെ ഇഷ്ടമുള്ള സ്റ്റോക്ക് തന്നെയാണ് ഈ കമ്പനി. ഈ സ്റ്റോക്ക് ഇപ്പോൾ കഴിഞ്ഞൊരു മോർ ദാൻ 35,000 ലെവലിൽ നിന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ 20,621 ട്രേഡ് ചെയ്യുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ ഈ സ്റ്റോക്കിനെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ടാർഗറ്റാണ് 22,300 എന്നുള്ളത്. അതുപോലെ ഞങ്ങളുടെ ട്രിപ്പിൾ സ്വിംഗ് ഡെലിവറി എന്നുള്ള റെക്കമെൻഡേഷൻസിലൂടെ കുറേയധികം ഞങ്ങൾ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡിലൂടെ ഞങ്ങൾ പ്രോഫിറ്റ് നേടുന്ന മെത്തേഡാണ് ഈ ട്രിപ്പിൾ സ്വിംഗ് ഡെലിവറി എന്നുള്ള മെത്തേഡ്. ഈ മെത്തേഡിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത സ്റ്റോക്കുകളെ കുറിച്ച് ഞാൻ എല്ലാ വീഡിയോയിലും സംസാരിക്കാറുള്ളത് തന്നെയാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം എടുത്തിരുന്ന, അതായത് 22 മെയ്യിൽ 365 ലെവലിൽ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തൊരു സ്റ്റോക്കാണ് സിൻജൻ ഇൻ്റർനാഷണൽ എന്നുള്ള സ്റ്റോക്ക്. ഈ ബയോകോൺ എന്ന കമ്പനിയുടെ ഒരു സബ്സിഡറി കമ്പനിയാണ്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ടാർഗറ്റായിട്ടുള്ള ഒരു 420 എന്നുള്ള ഒരു ലെവൽ ഇപ്പോൾ കഴിഞ്ഞ വീക്കിലും ആ സ്റ്റോക്ക് അപ്വേർഡ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണ്. കഴിഞ്ഞൊരു വീക്കിൽ അത് 443 എന്നുള്ളൊരു ഹൈ സെറ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 15% ഞങ്ങളതിൽ ഫസ്റ്റ് ടാർഗറ്റിൽ ഞങ്ങൾ ഓൾമോസ്റ്റ് കുറേയധികം സ്റ്റോക്കുകൾ ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയുണ്ട്. ഇപ്പോൾ വീണ്ടും അത് ഹോൾഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം 20% പ്രോഫിറ്റിലാണ് അത് ഹോൾഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസത്തിൽ എടുത്തിരുന്നൊരു ട്രിപ്പിൾ സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷനാണ് ട്രെൻഡ് എന്നുള്ള സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് ടാറ്റ ഗ്രൂപ്പിൻ്റെ ഒരു കമ്പനിയാണ്. ടെക്സ്റ്റൈൽസിൻ്റെ
മേജറായിട്ടുള്ള ഒരു റെഡിമെയ്ഡ് സെഗ്മെൻ്റാണ് ഈ ട്രെൻഡ് ഡീൽ ചെയ്യുന്നത്. ഈ സ്റ്റോക്ക് ഞങ്ങൾ ജൂൺ 22 585 ലെവലിൽ എൻ്റർ ചെയ്തിരുന്നത്. കഴിഞ്ഞ ദിവസം ഈ സ്റ്റോക്ക് 700 എന്നുള്ളൊരു ഹൈ സെറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 19% പ്രോഫിറ്റ് വിത്തിൻ 1 വീക്ക് തന്നെ ഞങ്ങൾക്ക് അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സ്വിംഗ് ഡെലിവറി എന്നുള്ള ഈ റെക്കമെൻഡേഷനിലൂടെ സാധിച്ചു. ഇതുപോലെ ഒരു 20% പ്രോഫിറ്റ് നമ്മളൊരു വളരെ നല്ലൊരു കമ്പനി, അതായത് ഒരു ടാറ്റ ഗ്രൂപ്പിൻ്റെ ഒരു വളരെ നല്ല പ്രോഡക്റ്റിൻ്റെ ഒരു ടെക്നിക്കൽ ബ്രേക്ക്ഔട്ടിൽ നമ്മൾ ബുക്ക് ചെയ്യുന്നതും അതേസമയം വളരെ പെന്നി ആയിട്ടുള്ള സ്റ്റോക്കിൽ ഒരു 10% 20% പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതും വലിയ വ്യത്യാസമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഒരു പക്ഷേ എപ്പോഴെങ്കിലും ആ ഒരു ഓപ്പറേറ്റേഴ്സിൻ്റെ ഒരു എവിടെയെങ്കിലും എക്സിറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഈ പെന്നി സ്റ്റോക്കിൽ നിങ്ങൾ ട്രാപ്ഡ് ആയി കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു അടുത്ത 2 വർഷത്തേക്ക് പോലും ഈ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ലഭിക്കണമെന്നില്ല നല്ലൊരു നിങ്ങളുടെ ബൈയിങ് പ്രൈസിന് മുകളിൽ. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് കൺസിഡർ ചെയ്യുമ്പോൾ വളരെ ഫണ്ടമെൻ്റലി നല്ല സ്റ്റോക്സ് തന്നെ കൺസിഡർ ചെയ്യണം. ഞങ്ങൾ കഴിഞ്ഞ 3 മാസത്തല്ല ഈ പീരിയഡിൽ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയും പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്ത സ്റ്റോക്കുകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ ട്രിപ്പിൾ സ്വിംഗ് ഡെലിവറി എന്ന മെത്തേഡിലൂടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത സ്റ്റോക്സ് ടാറ്റ കെമിക്കൽസ് വളരെ നല്ലൊരു പ്രോഫിറ്റ് ഞങ്ങൾ അതിൽ ബുക്ക് ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ ഇപ്ക ലാബ്, സിപ്ല, വിനാദി ഓർഗാനിക്സ്, റിലാക്സോ, സിഞ്ചൻ, JB കെമിക്കൽസ്, ഇന്ത്യ സിമെൻസ്, ട്രെൻഡ് എന്നീ സ്റ്റോക്കുകളാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. ഈ സ്റ്റോക്കിൽ തന്നെ ഞങ്ങൾ ഒരു 1 lakh ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പീരീഡിൽ 1,81,000 പ്രോഫിറ്റ് നേടാവുന്ന രീതിയിലാണ് ഞങ്ങൾ ഈ ട്രേഡ്സ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. നമുക്കൊരു ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രോഫിറ്റ് ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് 1 lakh പ്രോഫിറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് നമ്മളിത് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സെയിം 1 lakh തന്നെ നമുക്ക് അടുത്ത ഒരു സ്റ്റോക്കിലേക്ക് കൂടെ ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് ഈ മെത്തേഡിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും. ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ ക്ലയൻസ് ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ക്ലയൻസ് യൂസ് ചെയ്യുന്ന ഒരു സർവീസാണ് ഈ ട്രിപ്പിൾ സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻസ് എന്നുള്ള ഈ പാക്കേജ്. ഈ പാക്കേജിന് ഞങ്ങൾ കഴിഞ്ഞ വീക്ക് മുതൽ ഒരു ഓഫർ ഞങ്ങൾ നൽകുന്നുണ്ട്. കഴിഞ്ഞ വീക്കിലും ഞാൻ സംസാരിച്ചതാണ്. ഈ ട്രിപ്പിൾ സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻ ഒരു ക്വാർട്ടർലി ഒരു 12,000 വരുന്നത്. അതായത് ഒരു ആനുവലി ഒരു 48,000 കോസ്റ്റ് വരുന്ന ഈ പാക്കേജ് നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് എടുക്കുകയാണെങ്കിൽ 30,000 ലഭിക്കും. അതോടൊപ്പം തന്നെ നമ്മളൊരു 18,000 ഒരു 12,000 കോസ്റ്റ് വരുന്ന ഒരു മൾട്ടി ബാഗർ എന്നുള്ള 3 സ്റ്റോക്സിൻ്റെ ഒരു 3 ഇയേഴ്സിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു 3 ഇയേഴ്സ് വരുന്ന ഒരു മൾട്ടി ബാഗർ പാക്ക് ആക്ച്വലി 12,000 കോസ്റ്റ് വരുന്നതാണ്. ആ മൾട്ടി ബാഗ് പാക്കും ഇതോടൊപ്പം ഫ്രീ ലഭിക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 30,000 ഒരു സേവിങ്ങോട് കൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആനുവൽ സബ്സ്ക്രിപ്ഷൻ ചെയ്യാവുന്ന ഒരു പാക്കേജാണ് ഈ ട്രിപ്പിൾ സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻ പാക്കേജ്. അതിൻ്റെ ഒരു ഓഫർ ഇപ്പോൾ ഉണ്ട്. ഈ വീക്ക് കൂടെ ഈ ഓഫർ ഉണ്ടായിരിക്കും. നിങ്ങൾ സീരിയസ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ ആവാൻ താല്പര്യപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 1 ഇയർ ഈ ഒരു പാക്കേജിലൂടെ ഞങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ക്വാളിറ്റി ആയിട്ടുള്ള സ്റ്റോക്സ് എല്ലാ വീക്കിലും ഒരു റെക്കമെൻഡേഷനെങ്കിലും അവർ സ്പെസിഫിക് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ലൈക്ക് ദീപാവലി പോലെയുള്ള സിറ്റുവേഷൻ അങ്ങനെയുള്ള ഒക്കേഷൻസിലൊക്കെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് റെക്കമെൻഡേഷൻസും അതൊരു 40 to 50% പ്രോഫിറ്റ് ലഭിക്കാവുന്ന രീതിയിലുള്ള റെക്കമെൻഡേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദീപാവലിക്ക് ഞങ്ങൾ നൽകിയിരുന്ന റെക്കമെൻഡേഷനായിരുന്നു എസ്കോട്ട്സ് എന്നുള്ള സ്റ്റോക്ക്. അതുപോലെ തന്നെ 1-2 വളരെ നല്ല സ്റ്റോക്സിൽ മോർ ദാൻ 50% പ്രോഫിറ്റ് ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഞങ്ങളുടെ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റർ ആവാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു അഡീഷണൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഒരു 30,000 1 ഇയറിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ അടുത്ത ദിവസത്തിലേക്ക് നമുക്കൊരു ഷോർട്ട് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റോക്കിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു പവർ സെക്ടറിലുള്ള ഒരു സ്റ്റോക്കാണ് അഡാനി ട്രാൻസ്മിഷൻ എന്നുള്ള സ്റ്റോക്ക്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സ്റ്റോക്കിൽ കാര്യമായിട്ടുള്ള ബൈയിങ്ങോട് കൂടി അത് പുതിയ പ്രൊജക്ട്സൊക്കെ ആരംഭിക്കുന്നതിൻ്റെയും പുതിയ പ്രൊജക്ട്സ് അക്വയർ ചെയ്യുന്നതിൻ്റെയൊക്കെ ആയിട്ടുള്ള ഭാഗമായിട്ടും അതുപോലെ തന്നെ കുറേയധികം നല്ല റവന്യൂ ഔട്ട്ലുക്കിൽ വന്നിട്ടുള്ള ചേഞ്ചസ് മൂലം ഈ സ്റ്റോക്കിൽ നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സ്റ്റോക്ക് ഓൾമോസ്റ്റ് ഒരു 165 ലെവലിൽ നിന്നും ഈ സ്റ്റോക്ക് ഒരു 261 വരെ മൂവ് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു 50% അപ്വേർഡ് മൂവ്മെൻറ്റ് ഈ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു 261 ലെവലിലാണ്. വരും ദിവസങ്ങളിൽ
ഞാൻ ഈ അഡാനി ട്രാൻസ്മിഷൻ എന്നുള്ള സ്റ്റോക്കിന് അടുത്തൊരു ഇമീഡിയറ്റ് ടാർഗറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു 260 ആണ്. ഈ 260 ലെവലിൽ നമുക്കൊരു അല്ലെങ്കിൽ അതിന് താഴെ ഒരു ഡിപ്പിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഒരു 280 ലെവലിൽ ഈ സ്റ്റോക്കിൽ അഡാനി ട്രാൻസ്മിഷനിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്കിനി നെക്സ്റ്റ് വീക്കിലേക്ക് ടെക്നിക്കൽ ബ്രേക്ക് ഔട്ടുള്ള സ്റ്റോക്കുകൾ നോക്കാം. ഈ സ്റ്റോക്കുകൾ IDBI ബാങ്ക്, ഭാരത് ഇലക്ട്രിക്കൽസ്, ബെൽ, അതുപോലെ തന്നെ അഡാനി ട്രാൻസ്മിഷൻ, സിഞ്ചൻ ഇൻ്റർനാഷണൽ, HDFC ലൈഫ്, ICICI സെക്യൂരിറ്റീസ്, മുത്തൂറ്റ് ഫൈനാൻസ്, അതുപോലെ തന്നെ മണപ്പുറം ഫിനാൻസ് എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകൾ ടെക്നിക്കൽ ബ്രേക്ക് ഔട്ടുള്ള ഈ സ്റ്റോക്കുകൾ ട്രേഡിങ്ങിനുള്ളതാണ്, ഇൻവെസ്റ്റ്മെൻറ്റിനുള്ളതല്ല. നമ്മുടെ ഈ ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് എന്നുള്ള യൂട്യൂബ് ചാനലിൽ കുറേയധികം ഇത്രയും 5-6 വർഷത്തോളമായിട്ടും കാണുന്ന കുറേയധികം മലയാളീസ് ഉണ്ടെന്ന് നമുക്കറിയാം. എസ്പെഷ്യലി NRIs ആയിട്ടുള്ളവരുടെ സ്ഥിരമായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും ഈ ചാനലിനെ കുറിച്ച് അറിയാം. എല്ലാവരും തന്നെ ഈ ചാനൽ എല്ലാ വീക്കിലും കാണുന്നവർ തന്നെയാണെന്ന് അറിയാം. പക്ഷേ കഴിഞ്ഞ വീക്കുകളിലൊക്കെ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്ന പലരും ഇങ്ങനൊരു ചാനലിനെ കുറിച്ച് ഞാനിപ്പോഴാണ് അറിഞ്ഞത് എന്നുള്ളതും, അത് ഞാൻ കുറേ അധികം അബദ്ധങ്ങളിലൊക്കെ പോയി ചാടിയതിന് ശേഷമാണ് ഇപ്പോൾ ഇതിനറിഞ്ഞത്, ഇവിടേക്ക് വരാൻ സാധിച്ചത്. ഇത്രയും നാൾ എനിക്കൊരു ഇങ്ങനൊരു നോളജ് ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ഒരു മലയാളീസിന് വേണ്ടി സ്പെസിഫിക് ആയിട്ട് ചെയ്യുന്ന, ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി ചെയ്യുന്ന ഒരു വളരെ എഫർട്ട് ഇട്ട് ഞങ്ങൾ ചെയ്യുന്നൊരു പ്രോഗ്രാമാണ്. അതിനെക്കുറിച്ച് ഒരുപക്ഷെ പലപ്പോഴും നമ്മളതിനെപ്പറ്റി ഒരു ചാനലിനെ പറ്റി അറിയാനായിട്ട് ഒരു പർട്ടിക്കുലർ കൺട്രീസിലുള്ളവർക്ക് ഒരുപക്ഷെ അങ്ങനെ മറ്റാരും റെഫർ ചെയ്യാത്തതുകൊണ്ടും ഒക്കെ അറിയാതെ പോകുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ഞങ്ങളുടെ ഒരു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വലിയ ഒരു റിക്വസ്റ്റാണ്, നിങ്ങളുടെ കൺട്രീസിൽ ഇങ്ങനെയുള്ള താല്പര്യ ഇൻവെസ്റ്റേഴ്സിന്, എസ്പെഷ്യലി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഒരു അഡീഷണൽ ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് എല്ലാവരും ഫോഴ്സ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചാനലിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് നിങ്ങളുടെ കൺട്രീസിലൊന്ന് മറ്റുള്ള ഗ്രൂപ്പ്സിലൂടെ ഒന്ന് ഷെയർ ചെയ്യുകയും മറ്റുള്ളവർക്ക് ഇങ്ങനെ ഒരു ചാനലുണ്ടെന്നും അത് ഈ ഒരു ചാനലിലൂടെയും കുറേയധികം ഇത്രയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മളെല്ലാ വീക്കിലും ഡിസ്കസ് ചെയ്യുന്നവരാണ്. ഒരു ചാനലുണ്ട്, അതിനെക്കുറിച്ചൊന്ന് നിങ്ങളെ മറ്റുള്ളവർക്ക് കൂടെ ഇൻഫോർമേഷൻ പാസ് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ കുറച്ച് ഒരു അഡീഷണൽ ഇൻകം ജനറേറ്റ് ചെയ്യാവുന്ന രീതിയിലേക്ക് നമുക്ക് ഒരു സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ എല്ലാവരോടും ഞാനൊരു ഒരിക്കൽ കൂടെ റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ സർക്കിളിലേക്ക് കൂടെ ഇതൊന്ന് ഈ യൂട്യൂബ് ചാനലിനെ കുറിച്ച് ഒന്ന് ഷെയർ ചെയ്യണമെന്ന്. താങ്ക് യു.